പ്രൈസ് ദി ലോർഡ്. ഏറെ അനുഗ്രഹീതമായിരിക്കുന്ന ഈ വിശുദ്ധ സഭായോഗത്തിൽ കർത്താവിൻ്റെ ശ്രേഷ്ഠ ദാസന്മാരോടും വിലപ്പെട്ട ദൈവജനത്തോടും ചേർന്ന് ഇന്നലെ രാത്രിയിലും ഇന്ന് വൈകിട്ടും ദൈവം അനുവദിച്ചാൽ നാളെ പകലും ആയിരിക്കാൻ ലഭിച്ച അവസരം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു പ്രദേശത്ത് എനിക്ക് ആദ്യമായിട്ട് വരുവാനും അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല കൂട്ടത്തെ കണ്ട് സന്തോഷിപ്പാനും ഇടയായത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഈ ചെറിയ ആത്മീക ശുശ്രൂഷ കാലയളവിൽ അനേക രാജ്യങ്ങളിൽ പോകാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. എന്നാൽ ഈ ടാസ്മാനിയ എന്ന് പറഞ്ഞ വളരെ മനോഹരമായ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന, അതിലേറെ നല്ല സ്നേഹമുള്ള ദൈവമക്കളുള്ള ഈ ദേശത്ത് വരാനിടയായത് ഞാൻ ഒരു പദവിയായി കണക്കാക്കുന്നു. നിങ്ങളെന്നോട് കാണിക്കുന്ന ആത്മീയ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിൽ റാന്നിക്കടുത്ത് ബെച്ചുച്ചിറ എന്ന കൊച്ചു ഗ്രാമത്തിലാണ്. അവിടെ നിന്ന് ഒരു മലയോര കർഷകർ തിങ്ങി പാർക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച എനിക്ക്, 7 മക്കളുടെ ഇളയ മകനായ എനിക്ക് ഇങ്ങനൊരു സൗഭാഗ്യം ദൈവം തന്നത് ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഭാര്യയുണ്ട്, പേര് സൂസമ്മ. 3 പെൺമക്കളുണ്ട്. 3 പേരുടെയും വിവാഹം കഴിഞ്ഞു. 5 കൊച്ചുമക്കളുണ്ട്. അങ്ങനെ സന്തോഷമുള്ള ഒരു കുടുംബത്തെ ദൈവം തന്നു. ഞാനൊരു തികഞ്ഞ പാപിയായ മനുഷ്യനായിരുന്നു. 24 വയസ്സ് വരെ ദൈവഭയമില്ലാത്തവനായി, കർത്താവിൻ്റെ ഭാഷയെ മനുഷ്യനെ ശങ്കയില്ലാതെ ദൈവത്തെ ഭയമില്ലാതെ ജീവിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. എന്നാൽ എൻ്റെ നല്ല യൗവനത്തിൽ 24-ാമത്തെ വയസ്സിൽ യേശു എന്നെ കണ്ടെത്തി. ഞാൻ യേശുവിനെ കണ്ടെത്തിയതല്ല, യേശു എന്നെ കണ്ടെത്തി, എന്നെ തിരഞ്ഞെടുത്ത് തൻ്റെ ഈ മഹത്വമുള്ള വേല ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ദൈവം തന്നു. ഞാനിതാണ്ട് 40-ലധികം രാജ്യങ്ങളിൽ 5 ഭൂഖണ്ഡത്തിൽ യേശുവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയ അതിശയോക്തിയില്ലെന്ന് എനിക്ക് തോന്നിയാലും എൻ്റെ 19-ാമത്തെ വയസ്സിൽ എൻ്റെ പാസ്പോർട്ട് ഗവൺമെൻറ് തിരിച്ചു മേടിച്ച, അങ്ങനെ ഒരാൾ ഇത്രയും രാജ്യങ്ങളിൽ പോയി എന്ന് പറയുന്നത് ഒരതിശയമാണ്. അതിന് വെയിറ്റ് കൂടിയോണ്ടല്ല മേടിച്ചത്, അത് സൂക്ഷിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് ഗവൺമെൻറ്റിന് ബോധ്യപ്പെട്ടതുകൊണ്ട് അത് തിരിച്ചു മേടിച്ച. 80-കളിൽ തിരിച്ചു മേടിച്ച പാസ്പോർട്ട് 96-ൽ ദൈവം എനിക്ക് മടക്കി തന്നു. അന്ന് തുടങ്ങിയ യാത്ര ഇവിടെ വരെ വന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വലിയ പ്രാർത്ഥന ചോദിക്കുന്നു. ഇങ്ങനെ ചുരുക്കി സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കും. ദേവദാസനെ ബഹറിനെ വെച്ച് കണ്ട് പരിചയപ്പെടാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. ഇവിടെ വെച്ചും ഇങ്ങനെ കാണാൻ ലഭിച്ചതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ശുശ്രൂഷിക്കാൻ നേതൃത്വം കൊടുക്കുന്ന ദേവദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എന്നെ പാർപ്പിച്ചിരിക്കുന്ന ഭവനത്തിലെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. ഇന്നലെ ഇന്നുമായിട്ട് രാവിലെ ഉച്ചയ്ക്ക് കൃത്യമായിട്ട് നല്ല ഭക്ഷണം തരുന്ന സഹോദരങ്ങളെ ഓർക്കുന്നു. എല്ലാവർക്കും പ്രത്യേക നന്ദി പറയുന്നു. വിശേഷാൽ എനിക്ക് വലിയ സന്തോഷം, ഇന്ന് പകൽ നമ്മുടെ ഓബേദ് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരാനിടയായിട്ടുണ്ട്. കരമടിച്ച് രക്ഷിക്കപ്പെടുന്നവരെ അവൻ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. സഭ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടം. ഒരല്ലേ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും ശക്തമായ 2 ജാതികളാണുള്ളത്. 2 ജാതികൾ. ഒന്ന് യഹൂദൻ, 2 യവനൻ. യവനൻ എന്ന് പറയുന്നതിനകത്ത് എല്ലാവരും ഉണ്ട്. യഹൂദൻ ഒഴിച്ചുള്ള
മുഴുവൻ ജാതികളുടെയും കൂടെ ഒന്നിച്ചുള്ളൊരു പേരാണ് യവനൻ. തമ്മിൽ കണ്ടാൽ കടിച്ചു കീറുന്ന സ്വഭാവമുള്ള രണ്ട് ജാതികൾ. യഹൂദന് ജാതികളെ ഇഷ്ടമല്ല, ജാതികൾക്ക് യഹൂദനെ ഇഷ്ടമല്ല. അങ്ങനെ ഒരിക്കലും യോജിക്കാത്ത രണ്ട് ജാതികളിൽ നിന്ന് യേശുവിൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി വേർതിരിച്ചവരുടെ മൂന്നാമത്തെ ജാതിയാണ് ദൈവത്തിൻ്റെ സഭ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കലും തമ്മിൽ യോജിക്കാത്ത രണ്ട് ജാതികളിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത് വേർതിരിച്ചവരുടെ കൂട്ടമാണ് മൂന്നാമത്തെ ജാതിയാണ് ദൈവത്തിൻ്റെ. അപ്പൊ ലോകത്തിലാകെ 3 ജാതിയേ ഉള്ളൂ. ഏതൊക്കെയാന്ന് പറഞ്ഞേ? ദൈവസഭ. പ്രൈസ് ദി ലോർഡ്. പാട്ടുകാരൻ പറഞ്ഞു ഇതുപോലൊരു ജാതി ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ അത്ര ശ്രേഷ്ഠമായ ഒരു ജാതിയാണ് കർത്താവിൻ്റെ സഭ. 1-2 വാക്യങ്ങൾ വായിച്ച് വേഗത്തിൽ ചില ചിന്തകൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായം, ഹീബ്രു ചാപ്റ്റർ 9, 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഹീബ്രു ചാപ്റ്റർ 9 വേഴ്സ് 24 to 28. ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗ്ഗത്തിലേക്ക് എത്ര പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിക്കാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകസ്ഥാപനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. വായിച്ചു മക്കളെ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. യേശു ക്രിസ്തുവിന്റെ മഹത്വകരമായ 3 പ്രത്യക്ഷതകളാണ് നമ്മളിവിടെ വായിച്ചത്. ഒന്നാമത്തെ പ്രത്യക്ഷത 26-ാമത്തെ വാക്യം വായിക്കാം. അങ്ങനെയായ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപ പരിഹാരത്തിനായി ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരു ഭൂതകാല സംഭവം. പാപപരിഹാരത്തിനായി ഒരിക്കൽ പ്രത്യക്ഷനായി. നിങ്ങളെ ഞാനങ്ങ് പോയാൽ ഈ മെസ്സേജ് മറക്കല, ഞാൻ ശാന്തമായിട്ട് പറയാം. പ്രൈസ് ദി ലോർഡ്. 24-ാമത്തെ വാക്യം. ഇപ്പോൾ പ്രത്യക്ഷനായിരിക്കുന്നു. ഒരിക്കൽ പ്രത്യക്ഷനായി, ഇപ്പോൾ നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുവാൻ ദൈവത്തിൻ്റെ അടുക്കൽ പ്രത്യക്ഷനായിരിക്കുന്നു. വർത്തമാനകാലം. ആദ്യം വായിച്ച വാക്യം ഭൂതകാലം. ഇപ്പൊ വായിച്ച വാക്യം പ്രസന്റ്. ഇപ്പോഴിങ്ങനെ കർത്താവ് നമുക്ക് വേണ്ടി സദാ പിതാവിൻ്റെ അടുക്കൽ പക്ഷപാതം ചെയ്യാൻ പ്രത്യക്ഷനായിരിക്കുന്നു. 28-ാമത്തെ വാക്യം. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. ആ ട്രാൻസ്ലേഷൻ ഒരു ചെറിയ കുഴപ്പമുണ്ട്. അവൻ പാപം കൂടാതെ പ്രത്യക്ഷനാകുമെന്ന് പറഞ്ഞാൽ ആദ്യ പ്രത്യക്ഷനായപ്പോൾ അവന് ഈ പാപം ഉണ്ടായിരുന്നു എന്നൊരു ചിന്ത വരുമല്ലോ. അങ്ങനല്ല വാക്യം. ആ വാക്യം പാപം കൂടാതെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. അപ്പൊ അതൊന്ന് പറഞ്ഞേ. പാപം കൂടാതെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും പ്രത്യക്ഷനായി
പ്രത്യക്ഷനായിരിക്കുന്നു, പ്രത്യക്ഷനാകും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, നിന്റെ മക്കള് ഈ രാജ്യത്ത് വ്യത്യസ്തമാർന്ന രാജ്യങ്ങളിൽ നിന്ന് ദൈവം കൊണ്ടുവന്ന് ഒരു കൂട്ടായ്മയായി ഒന്നിച്ചു കൂടുവാൻ ദൈവം കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. ഇവിടെ ആരംഭിച്ച ഈ കൂട്ടായ്മയിൽ ആദ്യത്തെ ഒരു സ്നാനം നടക്കുവാൻ ദൈവം കൃപ കൊടുത്തല്ലോ. ഇതൊരു പുതിയ തുടക്കമായിരിക്കട്ടെ. അനേകര് കുടുംബമായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ സഭയോട് ചേരുവാൻ ഇപ്പോഴൊരു വാടകപ്പുരയിൽ ഇവര് ദൈവത്തെ താൽക്കാലികമായി ആരാധിക്കുന്നെങ്കിലും ഈ ദേശത്ത് സ്വന്തമായ ആരാധനാലയവും കൂട്ടമായ ദൈവമക്കളെയും നൽകി ദൈവം ഈ സഭയെ അനുഗ്രഹിക്കണം. യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി നിന്റെ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. അതീവ ഗൗരവമുള്ള പഠന വിഷയമാണ് ഞാൻ അല്പനിമിഷങ്ങളിലെ ദൈവവചന ചിന്തയ്ക്കായിട്ട് വായിച്ച് കേൾപ്പിച്ചത്. ദൈവവചനം കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമാണല്ലോ അല്ലേ? അതെ അതെ. ദൈവവചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും, ഇരുവായ്ത്തലയുള്ള വാളല്ല, ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെ, ആത്മാവിനെ, സന്ധിമഞ്ഞകളെ വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും. ഈ ആൻജിയോപ്ലാസ, ആൻജിയോഗ്രാം എന്നൊക്കെ പറയുന്ന സംവിധാനം കണ്ടുപിടിച്ചത് ഈ വാക്യത്തിൽ നിന്നാണ്. പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ഞകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും. അതല്ലേ ആൻജിയോപ്ലാസ? തുളച്ചു ചെല്ലുന്നതും. ബാക്കി എവിടെയാണെന്നാണ്. ഹൃദയത്തിലെ ചിന്തകളെയും പാപങ്ങളെയും വിവേചിച്ചറിയുന്നതും. അപ്പൊ നോക്കിയേ, വചനത്തിന്റെ ശക്തി. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരണേ. ഞാൻ ശാന്തമായിട്ട് പറയുന്നത്, നമ്മൾ കേൾക്കാൻ പോകുന്ന വചനത്തിന് എന്ത് ചെയ്യാൻ കഴിയും? കുഴി കിടക്കുന്നവനെ കയറ്റാൻ കഴിയും, മരിച്ചതിനെ ജീവിപ്പിക്കാൻ കഴിയും, രോഗിയെ സൗഖ്യമാക്കാൻ കഴിയും. ഇവിടെ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നീ വിശ്വസിച്ചാൽ നിന്റെ വീട്ടിൽ സൗഖ്യം നടക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ വചനം അതിവേഗം ഓടുന്നത്. ലോകത്തിൽ ഏറ്റവും വേഗതയുള്ളത് ദൈവത്തിന്റെ വചനത്തിന്, പ്രകാശത്തെക്കാൾ വേഗത. അല്ലേ പറഞ്ഞേ? ഇവിടെ നിങ്ങൾ വിശ്വസിച്ച് കേട്ടോണ്ടിരുന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ സ്ഥലത്ത് സംഭവിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് വചനത്തിന് മുമ്പിൽ അത്ര ഗൗരവത്തോട് വേണം നമ്മൾ ഇരിക്കാനായിട്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. 3 പ്രത്യക്ഷതകൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഒരിക്കൽ പ്രത്യക്ഷനായി. വായിച്ചോണ്ടിരിക്കല്ലേ, ഞാൻ പറയുമ്പോഴേ വായിക്കാവുള്ളൂ. ഒരിക്കൽ പ്രത്യക്ഷനായി. 2, ഇപ്പോൾ പ്രത്യക്ഷനായിരിക്കുന്നു. 3, ഇനിയും പ്രത്യക്ഷനാവും. അത്രയും കാര്യം നമുക്ക് മനസ്സിലായല്ലോ. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പലരും ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് നമ്മളത് പിന്നെ എന്ത് ചെയ്യും? ഇത് നിങ്ങളുടെ കയ്യിരിക്കുന്ന പുസ്തകമാണ്. വീട്ടിൽ പോയി കേട്ടത് അങ്ങനെ തന്നെയോ എന്ന് ശോധന കഴിക്കണം. ഇവിടെ വെച്ചല്ല, വീട്ടിൽ പോയി. ടാസ്മാനിയയിലുള്ളവർ ബ്രിസ്ബെയിനിലുള്ളവരെക്കാൾ ഉത്തമന്മാരാണ്. അവർ കേട്ടത് അങ്ങനെ തന്നെയോ എന്ന് വീട്ടിൽ ചെന്ന് തിരുവെഴുത്തുകളെ പരിശോധനല്ലേ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. കണ്ണടച്ചിരിക്കല്ലേ. ചിലർ ഞാൻ പ്രസംഗിക്കുമ്പോൾ ധ്യാനിക്കും. അവരുടെ കുഴപ്പമില്ല, നൈറ്റൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ഒരു ക്ഷീണമാണ്. ഞാൻ ധ്യാനിച്ചു വന്ന വചനമായതുകൊണ്ട് ഇതിനായിട്ട് ആരും ധ്യാനിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കണ്ണ് തുറന്ന് സന്തോഷത്തോടെ ദൈവത്തിനെ കേൾക്കണം. വചനം സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. 3 കാര്യങ്ങൾക്കായിട്ടാണ് ഓരോ പ്രാവശ്യവും പ്രത്യക്ഷനായത്. എന്താ ഞാൻ പറഞ്ഞേ? ഒന്നാമത്തേത് 300-ലധികം വരുന്ന
39 പുസ്തകങ്ങളിലെ പ്രവചനങ്ങളുടെ നിവൃത്തിയായിരുന്നു ഒന്നാമത്തെ പ്രത്യക്ഷത. 2, മനുഷ്യവർഗത്തിന്റെ സമ്പൂർണ്ണ പാപപരിഹാരത്തിനായിരുന്നു ഒന്നാമത്തെ പ്രത്യക്ഷത. 3, ശത്രുവായ സാത്താന്റെ തലയെ എന്നേക്കുമായി തകർക്കുന്നതായിരുന്നു ഒന്നാമത്തെ പ്രത്യക്ഷത. 3 കാര്യം എന്തൊക്കെയാണ്? സ്റ്റഡി പോലെ പോട്ടെ. 39 പരം പഴയ നിയമ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 300-ലധികം വരുന്ന പ്രവചനങ്ങളുടെ നിവൃത്തിക്കായിരുന്നു ഒന്നാമത്തെ പ്രത്യക്ഷത. 2, ആദാമ്യവർഗത്താൽ മനുഷ്യവർഗത്തിന്മേൽ ഉളവായ പാപത്തിന് സമ്പൂർണ്ണ പരിഹാരത്തിനാണ് ഒന്നാമത് പ്രത്യക്ഷപ്പെട്ടത്. ഇനി പാപപരിഹാരത്തിനായി നമ്മളൊന്നും ചെയ്യണ്ട. മെഴുകുതിരി കത്തിക്കുകയോ, കോഴിയെ വെട്ടുകയോ, പള്ളിയുടെ ചുറ്റും ഉരുളി കമത്തുകയോ, നേർച്ച കഴിക്കുകയോ, പിടിപ്പണം മാറുകയോ, പൊന്നുനൂല് വലിക്കുകയോ, കുളത്തിലെ വെള്ളം കുടിക്കുകയോ, നൊയമ്പ് നോക്കുകയോ ഒന്നും ചെയ്യണ്ട. യേശുവിന്റെ മരണത്താൽ പാപത്തിന് സമ്പൂർണ്ണ പരിഹാരമായി. നീ ആകെ ചെയ്യേണ്ടത് ആ യേശുവിനെ വിശ്വസിച്ചാണ്. ഒരല്ലേ പറഞ്ഞേ? അതുകൊണ്ടാ ക്രൂശിൽ കിടന്നുകൊണ്ട് എല്ലാം നിവൃത്തിയായി. ഇനി നീ നിനക്കായി പാപപരിഹാരത്തിന് വേണ്ടി ഒന്നും ചെയ്യണ്ട, എല്ലാം നിവൃത്തിയായി. അപ്പൊ ഒന്നാമത്തെ പ്രത്യക്ഷത 300-ലധികം വരുന്ന പഴയ നിയമത്തിലെ പ്രവചനങ്ങളുടെ നിവൃത്തി. 2, സമ്പൂർണ്ണ പാപപരിഹാരം. ഇതിനകത്തിരിക്കുന്നവര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാണെങ്കിൽ അവർ വിശുദ്ധരാ. അവിടെ മുഖത്തിന് മൗളി പോലെ. അതുകൊണ്ട് പൗലോസ് കൊരിന്തിയിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്നത് എഫെസോസിലെ വിശുദ്ധന്മാർക്ക്. അപ്പൊ സഭ വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. ഇവിടെ പറഞ്ഞ് ഞാൻ എന്തെങ്കിലും കാട്ടിക്കൂട്ടി നിങ്ങളെ വിശുദ്ധരാക്കുകയല്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടപ്പോഴേ വിശുദ്ധരായി. സന്തോഷത്തോടെ കൈയടിച്ച് നല്ലൊരു ഹല്ലേലൂയ പറയണം. ഹല്ലേലൂയ. അപ്പൊ സഭ എന്ന് പറയുന്നത് വിശുദ്ധരുടെ കൂട്ടമാണ്, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്, വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ഇവിടെ നമ്മുടെ യുദ്ധം പ്രത്യേകിച്ച് ടാസ്മാനിയയിൽ വീണവനും വീണ്ടെടുക്കപ്പെട്ടവനും തമ്മിലുള്ള യുദ്ധം. ആരാണ് വീണവനും? ഇതെല്ലാം ഞാനോട് ഈ ചോദിക്കേ ഒരു മണിമണിയായിട്ട് പറയണം. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു കൂട്ടം ദൂതന്മാര്, അവർക്ക് 6 ചിറകായിരുന്നു. അവർ ദൈവത്തിന്റെ മുമ്പിൽ അവരെ തന്നെ മറച്ച് ആരാധിക്കുന്നത്. 2 ചിറക് കൊണ്ട് കാലങ്ങ് മറയ്ക്കും, 2 ചിറക് കൊണ്ട് മുഖം അങ്ങ് മറയ്ക്കും. നേരെ നോക്കിയാൽ കത്തിപ്പോകും. കാരണം ഇരിക്കുന്നത് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അതുകൊണ്ട് ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവത്തിന്റെ മുമ്പിൽ 2 ചിറക് കൊണ്ട് കാല് മറച്ച്, 2 ചിറക് കൊണ്ട് മുഖം മറച്ചിട്ട് പിന്നത്തെ 2 കൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ഒരുവനോടൊരുവൻ. അറിവാ? ഇപ്പൊ ഈ ദൈവദാസൻ എന്നെ നോക്കി നിൽക്കുന്നു. ഞാൻ 2 കൊണ്ട് മറച്ച് 2 കൊണ്ട് പറന്ന് നിൽക്കുന്നു. അദ്ദേഹം അങ്ങനെ നിൽക്കുന്നു. ഞങ്ങൾ 2 ദൂതന്മാരാ. അന്നേരം അദ്ദേഹം എന്നോട് പറയുന്നു ആയിരിക്കുന്ന ദൈവം പരിശുദ്ധനാണ്. ഉടനെ ഞാൻ അങ്ങോട്ട് പറയുന്നു ദൈവം മുഖത്ത് നോക്കാനൊക്കെ ഒത്തില്ല, ഒരുവനോടൊരുവൻ. അങ്ങനെ എഴുതിയേക്കുന്നേ. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ആരാധിക്കുമ്പോൾ ഈ ചിറക് ഇങ്ങനെ പൊക്കി താക്കുമ്പോൾ ഈ ഓർഗൻ പോലെയുള്ള ലോകത്തിൽ ഇപ്പോൾ എത്രായിരം സൈസ് സംഗീത ഉപകരണം കണ്ടുപിടിച്ചിട്ടുണ്ടോ? അതിനകത്തുനിന്ന് എല്ലാം കൂടെ വരുന്ന ശ്രുതി, ലയ, താളം ഒന്നിച്ച് ഈ ചിറകൊന്ന് പൊക്കി താക്കുമ്പോൾ സ്വർഗത്തിലുണ്ടാവും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ശ്രുതി, ലയ, താളങ്ങളുടെ മധുരമയിലാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. അപ്പൊ സ്തുതിച്ചോണ്ടിരിക്കുമ്പോ തന്നെ അവന്റെ അന്തരംഗം, അവന്റെ അകത്ത് ഒരു ചിന്ത ബാകൊണ്ട് പറഞ്ഞില്ല. ഈ ഇരുന്ന് ആരാധന സ്വീകരിക്കുന്ന ദൈവത്തോട് ഞാൻ സമനാവും. ഞാൻ ദൈവം ഇരിക്കുന്ന ഉത്തരഗിരിയായ സിയോനിൽ ഇരുന്ന് അരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ
കയറും, എൻ്റെ സിംഹാസനം എൻ്റെ മേളിൽ വെക്കും എന്ന് പറഞ്ഞ് ഇന്നല്ലേ നാളെ ഈ ആരാധന ഞാൻ മേടിക്കുമെന്നൊക്കെ ഉള്ളത്തിൽ ചിന്തിച്ചു എന്നേരവും പുള്ളി പറയുന്നത് യഹോവ പരിശുദ്ധൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് പുറമേ സ്തുതിച്ചോണ്ടും അകത്ത് ചിന്തിക്കാം. അത് മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളാണ് കണ്ടിട്ട് പറയും, എൻ്റെ പൊന്നെ ഇന്നത്തെ ആരാധന പോലൊരു വെടിക്കെട്ട് ആരാധന വേറെ അടിപൊളിയായിരുന്നു. എന്തോ ഒരു ആരാധന, എന്തോ കയ്യടിയായിരുന്നു, എന്തോ അന്യഭാഷയായിരുന്നു. നമ്മൾ ഈ പുറമേ ഉള്ള കണ്ടേച്ചാ പറയുന്നത്. തമ്പുരാന്റെ കുഴപ്പം അകം കാണുന്നവനാ. ഇന്ന് പകലും അകം കണ്ടുകൊണ്ടിരിക്കുക. സ്വതന്ത്രം പറയണം. ഈ പുറമേ ഉള്ളതിനകത്തൊന്നും കാര്യമില്ല. നമ്മുടെ അകത്തെ ആരാധന ശ്രദ്ധിക്കുന്ന ഒരേശു ഇവിടെ ഉണ്ട്. സന്തോഷമുണ്ടെങ്കിൽ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ ഈ ഭയങ്കരമായ സ്വർഗം ഇളകുന്ന ആരാധന ഇവർ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ കർത്താവ് ഇവന്റെ അകം കണ്ടു. അന്തരംഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പിന്നെ ഇവനോട് ഒരു എക്സ്ക്യൂസിന് സമയം കൊടുത്തില്ല. ഇവന്റെ അകത്ത് നിഗളം കയറുകയും തമ്പുരാൻ ഒറ്റ വെട്ടുവെച്ചു കൊടുത്തു. തമ്പുരാൻ ഒറ്റ വെട്ടിയപ്പോൾ 6 ചിറകും അരിഞ്ഞുപോയി. സ്തോത്രം. അരിഞ്ഞു പോയ ചിറകിലുള്ളവൻ താഴേക്ക് വീണു. ആ വെട്ടിയിട്ട വീഴ്ചയിൽ അരുണോദയപുത്രനായ ശുക്ര, നീ വെട്ടേറ്റ് നിലത്ത് വീണത് എങ്ങനെ എന്ന് ചോദിക്കുന്ന വീഴ്ചയിൽ അവന്റെ ആ വീഴ്ചയുടെ ശക്തി കൊണ്ട് ഈ ഭൂമി താണുപോയി. താണുപോയ ഭൂമിയെ വെള്ളം കൊണ്ട് മൂടിപ്പോയ ഭൂമിയെ ഇരുട്ട് മൂടി. ഈ ഭൂമി പാഴും ശൂന്യവുമായി. എവിടെങ്കിലും ഇവൻ കേറിയിട്ടുണ്ടെങ്കിൽ അവിടെ പാഴാവും. സ്തോത്രം പറഞ്ഞില്ല. വ്യക്തിയിൽ കയറിയാൽ, കുടുംബത്തിൽ കയറിയാൽ, തലമുറയിൽ കയറിയാൽ, ഇനി സഭയ്ക്കകത്ത് കയറിയാൽ താമസിയാതെ അവിടെ പാഴാവും. പാഴായത് കുറച്ച് കഴിയുമ്പോൾ ശൂന്യമാവും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരിക്കലും ഒരു പുനരുത്ഥാനം ഇല്ല എന്ന് പിശാച് വാദിച്ചിരിക്കുമ്പോൾ ആ താണു പോയ ഭൂമിയുടെ മീതെ, മൂടിക്കിടക്കുന്ന വെള്ളത്തിന്റെ മീതെ, ഇരുളിന്റെ മീതെ 3 സംഭവങ്ങളാ. 1 ഇരുള്, 2 വെള്ളം, 3 ഭൂമി. അത് പാഴായി, ശൂന്യമായി. അതിന്റെ മീതെ ആത്മാവ് ഈ കോഴിമുട്ടയുടെ മീതെ കോഴി ഇരിക്കുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ട് പൊരുന്നിരുന്നു. ആത്മാവ് പൊരുന്നിരുന്നപ്പോൾ ആഴത്തിൽ കിടന്നത് പൊങ്ങി വന്നു. ഇന്ന് പകൽ ഞാൻ ഈ ദൂത് തുടങ്ങുമ്പോൾ ജീവിതത്തിൽ ശൂന്യമാക്കപ്പെട്ട ഏത് മേഖലയായാലും, പിശാചിന്റെ ആധിപത്യം കൊണ്ട് പാഴായ ഏത് മേഖലയായാലും ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, ഇന്ന് പകൽ ഉയർത്തിക്കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവിന് കഴിയും. അങ്ങനെ ഈ ഭൂമിയെ കർത്താവ് പുനരുദ്ധരിച്ചു, റീക്രിയേഷൻ ചെയ്തു. എന്താ ചെയ്തു? അതാണ് ഉൽപ്പത്തി 1 പറഞ്ഞേക്കുന്നത്. ആദ്യ സൃഷ്ടിയെ കുറിച്ചല്ല പറഞ്ഞേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് കഴിഞ്ഞ പിന്നെ അടുത്ത വാക്കും തമ്മിൽ യുഗങ്ങളുടെ അകലമുണ്ട്. എൻ്റെ കൂടാണോ എല്ലാവരും? നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു അടിത്തറയിട്ട് വരുക. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന വാക്യം കഴിഞ്ഞിട്ടുള്ള അടുത്ത വാക്യം ഭൂമി എന്ന് പറയുമ്പോൾ അത് യുഗങ്ങളുടെ. ഭൂമി സൃഷ്ടിച്ചപ്പോൾ യോബ് പറയുന്നു, മനുഷ്യന് പാർപ്പാനായിട്ടത്രേ നീ ഭൂമിയെ സൃഷ്ടിച്ചത്. അത് കണ്ട സ്വർഗീയ ദൂതന്മാർ ആർത്തുല്ലസിച്ചു എന്ന് പറയുമ്പോൾ പാഴ്പണി കണ്ടാലും ആർത്തുല്ലസിക്കുമോ? ഇല്ല. മനോഹാരിത കണ്ടാണ് എന്ത് ചെയ്തേ? അതിനെയാണ് ഇവന് പാഴാക്കിയത്. പ്രൈസ് ദി ലോർഡ്. വർഷങ്ങൾ കഴിഞ്ഞ് ആത്മാവ് പരിവർത്തിച്ച് ഈ ഭൂമിയെ ദൈവം ഉയർത്തിക്കൊണ്ട് വന്ന് ഭൂമി കാണായി വന്നു എന്നാണ്. ഭൂമി കാണായി വന്നു, സന്ധ്യയായി, ഉഷസ്സുമായി. ദൈവത്തിൻ്റെ ദിവസങ്ങൾ നമ്മുടെ കൂട്ട് ഉഷസ്സായി സന്ധ്യയായി എന്നല്ല, സന്ധ്യയായി, നല്ല എഴുതിയേക്കുന്നേ, സന്ധ്യയായി ഉഷസ്സുമായി. 1-ാമത്തെ ദിവസം.
എന്നാൽ 7-ാമത്തെ ദിവസം പറയുമ്പോൾ സന്ധ്യയായി ഉഷസായി എന്ന് പറയുന്നില്ല. നോക്കിയത് അതിന്റെ ആ സംശയം തീർത്ത് പൊക്കോ. അതിനുണ്ട് സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും ആ അന്ന് നിവൃത്തിയായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. അപ്പൊ 7-ാം ദിവസം സന്ധ്യയില്ല, ഉഷസ്സുമില്ല. അതൊക്കെ ഒത്തിരി സമയമെടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. ഒരു 7-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാം. സ്വസ്ഥതയുള്ള ഒരു ദിവസത്തിലേക്ക് നമ്മൾ, അത് എബ്രായ ലേഖനം 4-5 അധ്യായത്തിലുണ്ട്. നമുക്കിപ്പോൾ അതിന് സമയമില്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ഇനിയും വായിക്കുമ്പോൾ നമുക്കൊരു സ്വസ്ഥത ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. അവിടെ വരുമ്പോൾ അത് മനസ്സിലാവും. ശ്രദ്ധിക്കുക. ഇങ്ങനെ സൃഷ്ടിച്ച ഭൂമിയിൽ പുനരുദ്ധരിച്ചപ്പോൾ അതതു തരം സസ്യങ്ങളും അതതു തരം വൃക്ഷങ്ങളും മുളച്ചു വന്നെന്ന സൃഷ്ടിച്ചെന്നല്ല. അങ്ങനെയാണ് മൂടപ്പെട്ട ഭൂമിയിൽ സീഡ് കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ടൊന്നും കൊണ്ടുപോയി ഇവരെ അനുവദിക്കാത്ത. നമുക്ക് കുരുമുളക് കൊണ്ടുവന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടല്ലോ, ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പട്ടി പുറകെ വരും അല്ലേ? ശ്രദ്ധിച്ചേ. അപ്പോൾ ഈ ഭൂമിക്കകത്ത് എന്തോ കിടപ്പുണ്ടായിരുന്നു. തേക്കിന്റെ, ഈട്ടിയുടെയും മാഞ്ചിയത്തിന്റെ എല്ലാം വിത്ത് കിടപ്പുണ്ടായിരുന്നു. വെള്ളം മാറിയപ്പോൾ അതെല്ലാം എന്ത് ചെയ്തു? മുളച്ചു വന്നു. സ്തോത്രം. മുളച്ചു വന്ന ഈ ഭൂമിയിൽ ദൈവം തീരുമാനിച്ചു ഈ ദൂതനെ സൃഷ്ടിച്ചത് നവരത്നങ്ങൾ കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? നിങ്ങളെല്ലാം എൻ്റെ കൂടാണോ? എന്തുകൊണ്ട് സൃഷ്ടിച്ചേ? അവിടെ തമ്പുരാൻ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കാൻ തീരുമാനിച്ചു നമ്മളെ. നവരത്നങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചവൻ അഹങ്കരിച്ചു. അവനെ വെട്ടിക്കളഞ്ഞപ്പോൾ അഹങ്കരിക്കാതിരിക്കാൻ മണ്ണ് കൊണ്ട് നമ്മളെ സൃഷ്ടിച്ചു. നമ്മളത് ഓർക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ദാവീദ് പറഞ്ഞു, ഞാൻ പൊടിയെന്ന് അവൻ ഓർക്കുന്നു. നമ്മൾ ഓർക്കുന്നില്ല. നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നില്ല. അല്ലേ പറഞ്ഞേ? ഈ പൊടിയല്ല നമ്മുടെ ഈ മേക്കപ്പ് എല്ലാം ചെയ്യുന്നത്. സ്വതന്ത്രം പറയണം. വെറും മണ്ണിനിട്ടാണ് നമ്മൾ ഈ പണിയെല്ലാം ചെയ്യുന്നത്. ഈ മണ്ണല്ല വിഷയം. നിങ്ങൾ എൻ്റെ കൂടെ വരണം. പ്രൈസ് ദി ലോർഡ്. തോട്ടത്തിൽ ദൈവത്തെ പോലെ ആദവനെ അവയെ ആക്കിയിട്ട് ദൈവം ആദവനും അവയ്ക്കും പാർക്കാൻ ഭൂമിയിൽ കിഴക്ക് ഭാഗത്ത് ഒരു തോട്ടം നട്ടുണ്ടാക്കി. സൃഷ്ടിച്ച ഭൂമിക്കകത്ത് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് വേണ്ടി തമ്പുരാൻ ഒരു തോട്ടം. മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടാക്കിയ ഭൂമിക്കകത്ത് പോയി ജീവിച്ചോടാ മോനെ നല്ല പറഞ്ഞേ. ഉണ്ടാക്കിയ ഭൂമിക്കകത്ത് സൃഷ്ടിച്ച മനുഷ്യന് വേണ്ടി തമ്പുരാൻ ഒരു തോട്ടം ഉണ്ടാക്കി. അതിന് ചുറ്റും ഫെൻസിങ് കെട്ടി. ഏതാണ്ടൊന്ന് അകത്ത് കയറാൻ സാധ്യത ഉള്ളതുകൊണ്ടല്ലേ ഫെൻസിങ് കെട്ടുന്നേ? അല്ലേ പിന്നെ ഫെൻസിങ് വേണ്ടല്ലോ? വേണോ? ഒറ്റ ഗേറ്റ് കെട്ടു, ഒറ്റ വാതിൽ. പ്രൈസ് ദി ലോർഡ്. ആദമിനെ അവയെയും സൃഷ്ടിച്ചിട്ട് കൊണ്ട് തോട്ടത്തിലാക്കി. അപ്പൊ അതിനകത്ത് വെച്ചല്ല സൃഷ്ടിച്ചേക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അല്ലേ? ഭൂമിയിൽ വെച്ചുണ്ടാക്കി തോട്ടത്തിൽ കൊണ്ട്. തോട്ടം ദൈവത്തിന്റെ വീടായിരുന്നു. ദൈവത്തിന്റെ അവിടെ ആക്കിയിട്ട് ദൈവം പറഞ്ഞു, മോനെ തോട്ടത്തിൽ വേല ചെയ്യണം. തോട്ടത്തില് വേല ചെയ്യണം. എല്ലാ സഹോദരന്മാരും വേല ചെയ്യണം. ഹലോ, പ്രൈസ് ദി ലോർഡ്. വേല ചെയ്യണം. അത് ദൈവത്തിന്റെ വ്യവസ്ഥിതിയാണ്. 2, തോട്ടം സൂക്ഷിച്ചോണം. തോട്ടം സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ എന്തോ കുഴപ്പം വരുമെന്നല്ലേ പിതാവ് പറഞ്ഞു. 3, വെയിലാറും. വെയില് ആറുമ്പോൾ ഞാനിഞ്ഞു വരും. വെയിലാറുന്ന എപ്പോഴാ? സന്ധ്യക്ക്. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ എന്തുവാ? രാത്രി. രാത്രി കഴിഞ്ഞാൽ പിന്നെ എന്തുവാ? അർദ്ധരാത്രി. സന്ധ്യയുണ്ട്, രാത്രിയുണ്ട്, അർദ്ധരാത്രിയുണ്ട്, പിന്നല്ലേ പ്രഭാതം വരുന്നേ. അപ്പൊ ഈ സന്ധ്യ ആകുമ്പോൾ വെയിൽ അസ്തമിക്കും. സൂര്യൻ അസ്തമിക്കുമ്പോൾ കാട്ടുമൃഗങ്ങൾ ഇര തേടി ഇറങ്ങുന്നു. അങ്ങനല്ലയോ? ആ സമയത്ത് ഞാനിഞ്ഞു വരുമെന്ന്
നിന്റെ കുടുംബത്തിന് നേരെ രാത്രിയുടെ ഭീകരതകൾ പാത്തും പതുങ്ങി വരുമ്പോൾ പേടിക്കേണ്ട, ഞാൻ കൂടെ കാണും. ഒരു ഹല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം പകലെ പറയണം, പകല് നിങ്ങൾ തോട്ടത്തിൽ വേല ചെയ്ത് ഫ്രൂട്ട്സ് ഒക്കെ പറിച്ചു നിന്ന് സന്തോഷമായിട്ട് കഴിഞ്ഞോണം. പക്ഷെങ്കിൽ സന്ധ്യയാകുമ്പോൾ, സന്ധ്യ വേഗം എന്താകും? രാത്രിയാകും. രാത്രി വേഗം എന്താകും? അർദ്ധരാത്രിയാകും. എന്നാലും ഞാൻ സൃഷ്ടിച്ച് നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല, ഞാൻ നിന്റെ കൂടെ കാണും. ഒരല്ലേ പറഞ്ഞേ, എന്തുവാ സന്ധ്യയാകുക എന്നൊക്കെ പറഞ്ഞ? ഓ, സന്ധ്യയാകാന്നൊക്കെ പറഞ്ഞ, രാത്രി എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകാൻ ഞാൻ പറയാം, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. എൻ്റെ സെൻറ്ററിൽ ഉണ്ടായിരുന്ന പാസ്റ്റർ ചാണ്ടി തൻ്റെ BSc നേഴ്സിംഗ് പാസ്സായ മോളെ, തൻ്റെ MSW പാസ്സായ മോളെയും കൂടെ ഒരു എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് കാറെ കയറ്റി ഞങ്ങളുടെ റാന്നി പൂവം വരെ നിന്ന് കാറ് വിട്ട് പുറമറ്റത്തോട്ട് പോകുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുറമറ്റത്ത് വണ്ടി എത്തി, തോട്ടിലോട്ട് വണ്ടി വീണു. ഭർത്താവ് ഈ ചാണ്ടി പാസ്റ്റർ 2 മക്കളോട് വെള്ളത്തിൽ മുങ്ങി മരിച്ചു. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീട്ടിലറിഞ്ഞു ഭർത്താവും 2 മക്കളും, BSc നേഴ്സിംഗ് പാസ്സായ കൊച്ചും MSW പാസ്സായ കൊച്ചും ഒത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്ന അപ്പനും എല്ലാം എന്ത് ചെയ്തു? മരിച്ചുപോയി. ആ വീട്ടിൽ പെട്ടെന്ന് സന്ധ്യയായി, രാത്രിയായി. ഹലോ, വേണ്ട ദോഹക്കാർക്ക് മനസ്സിലാക്കാൻ പറയാം. രാവിലെ കൊച്ചിനെ എണ്ണിപ്പിച്ച് ഒരുക്കി സ്കൂൾ ബസ്സെ കയറ്റി നമ്മൾ സ്കൂളിലോട്ട് വിട്ടു. കൊച്ചിറങ്ങിപ്പോയെന്ന് വിചാരിച്ചുകൊണ്ട് ഡ്രൈവർ വണ്ടി കൂട്ടിയപ്പോൾ ചങ്ങ കോളേജ് സ്കൂളിൽ പോയി. വൈകിട്ട് വണ്ടി എടുക്കാൻ വരുമ്പോൾ കൊച്ചകത്ത് മരിച്ചു കിടക്കാം അല്ലേ? സംഭവം അറിയാമല്ലോ അല്ലേ? ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയുക. സന്ധ്യയാകാൻ അധികം സമയം വേണ്ട. സൂര്യൻ അസ്തമിച്ചാൽ സന്ധ്യയാവും. അതുകൊണ്ട് അസ്തമിക്കാതിരിക്കാൻ പ്രാർത്ഥിച്ചോളൂ. അപ്രതീക്ഷിതമായ ഇരുട്ട് നിന്റെ കൂടാരത്തെ വിഴുങ്ങാതിരിക്കാൻ നീ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അതിന് അല്പസമയം കണ്ടെത്തി ദൈവത്തെ ആരാധിക്കുന്നേ. കരമടിച്ച് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. Hallelujah! Praise the Lord! Hallelujah! Hallelujah! ഞാനേ നിങ്ങളുടെ മനസ്സൊന്ന് ഓർക്കാൻ വേണ്ടി 1-2 കാര്യം ഓർപ്പിച്ചതാ. അപ്പൊ കർത്താവ് പറഞ്ഞു, കുഞ്ഞെ സന്ധ്യ ആയി കഴിഞ്ഞ് അനത്ത അടിച്ച് കരയുമ്പോൾ ഞാൻ വന്നേക്കാൾ നല്ല പറഞ്ഞേ. വെയിലാറുമ്പോൾ, പ്രതികൂലം തുടങ്ങുന്നതിന് മുമ്പേ, ഇരുട്ട് പരക്കുന്നതിന് മുമ്പേ ഞാൻ നിന്റെ കൂടെ കാണും. സ്വന്തം പറഞ്ഞേ. ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവാത്മ പറയുന്നു, ജീവിതത്തിൽ കരകയറാൻ കഴിയാത്ത വെല്ലുവിളികൾ വരുന്നതിന് മുമ്പേ നിന്റെ ദൈവം നിന്റെ കൂടെ കാണുമെന്ന് ഈ രാത്രി ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് ഒരു നിമിഷം ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. അവസരം നോക്കിയിരിക്കുകയാണ് ഈ വെട്ടേറ്റ് വീണവൻ. അവൻ എന്തില്ല? ചിറകില്ല. ഇപ്പോൾ അവൻ എഴഞ്ഞാണ് നിൽക്കുന്നത്. അവന് മാക്സിമം എഴഞ്ഞ് മരത്തെ വരെ കയറാം. അതിന് മേളിലോട്ട് കയറാൻ അവന് ഒക്കത്തില്ല. പണ്ട് മേളിലിരുന്നവനാ, പക്ഷെ ഇപ്പം പുള്ളി എഴഞ്ഞു നടക്കുക. എഴഞ്ഞു നടക്കുന്ന പിശാചും ആദമിനെ സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞു, നിങ്ങൾ ഈ ഭൂമിയെ വാഴണം. എല്ലാവരും പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ, വാഴണം. മനുഷ്യനോട് ദൈവം എന്ത് പറഞ്ഞു? വാഴണം. വെട്ടേറ്റവൻ എന്ത് ചെയ്യണം? എഴയണം. കൂടുന്നു വാ. വെട്ടേറ്റവൻ എന്ത് ചെയ്യണം? എഴയണം. നീ എന്ത് ചെയ്യണം? വാഴണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വെട്ടേറ്റവൻ വീണവനാണ്, നീ വീണ്ടെടുക്കപ്പെട്ടവനാണ്. അപ്പൊ യുദ്ധം ആര് തമ്മിലാണ്? വീണ്ടെടുക്കപ്പെട്ടവനും വീണവനും തമ്മിൽ. വീണ്ടെടുത്തത് പൊന്നെ വെള്ളി മുതലായ അരിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, യേശു ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട്. ഓ ഹല്ലേലൂയ. സഭ
എന്ന് പറയുന്നത് വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. നിനക്ക് വേണ്ടി വാദിക്കാൻ ഒരു രക്തം ഇവിടെയുണ്ട്. അത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി നിനക്ക് വേണ്ടി സംസാരിക്കുന്ന രക്തമാ. ഈ രാത്രി ആരോടോ ദൈവം പറയുന്നു, രക്തത്താലുള്ള ചില വിടുതലുകൾ ഇന്ന് രാത്രിയിൽ നീ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിന്റെ മേൽ വെളിപ്പെടുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. യേശുവിന്റെ രക്തത്താൽ പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒന്നാമത്തെ പ്രത്യക്ഷത, പഴയ നിയമ പുസ്തകങ്ങളിൽ പ്രവാചകന്മാരിൽ കൂടെ പറഞ്ഞ 300-ലധികം പ്രവചനങ്ങൾ നിവർത്തിക്കാൻ. ഒന്നാമത്തെ പ്രത്യക്ഷത, മനുഷ്യനെ പാപത്തിലേക്ക് വലിച്ചിഴച്ച പിശാചായ പാമ്പായ പഴയ പാമ്പായ ശത്രുവിന്റെ തലയെ തകർക്കാൻ. 3, മനുഷ്യവർഗത്തിന് സമ്പൂർണ്ണ പാപപരിഹാരം വരുത്താൻ. രണ്ടാമത് ഇപ്പൊ പ്രത്യക്ഷനായിരിക്കുന്നത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. 1, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോയാൽ കാര്യസ്ഥനെ വാങ്ങി കഴിച്ചു തരും. ഞാൻ പോകാഞ്ഞാലോ കാര്യസ്ഥൻ വരത്തില്ല. ഞാൻ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് തൃത്വത്തിൽ 3-ാമനായ ആത്മാവിനെ പിതാവിനോട് വാങ്ങി നിങ്ങൾക്ക് അയച്ചു തരും. ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, പാട്ടിന്റെ ഒടുവിൽ 3 അന്യഭാഷ പറയും എന്നല്ല എഴുതിയേക്കുന്നേ. നമ്മുടെ ഒരു തെറ്റിദ്ധാരണ, പാട്ട് ക്ലൈമാക്സിലെത്തി ആ ഋതം പാടും ഡ്രം സെറ്റും പാടുന്ന ചെറുക്കന് പരവേശം കയറി അവൻ ആവേശം വരുമ്പോ 2 അന്യഭാഷ. അതല്ല, അത് പറഞ്ഞു, അതതിന്റെ പ്രത്യക്ഷമായ ലക്ഷണമാണ്. പക്ഷെ യേശു പറഞ്ഞത്, ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട്, സ്വതന്ത്രം പറയണം, എന്തോ ലഭിക്കും? ആത്മാവ് വന്ന എന്തോ ലഭിക്കും? ശക്തി ലഭിക്കും. ഒരല്ലേ പറയണം, ഏതു ശക്തി? യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി. നല്ല അല്ലുലിയ പറയണം. നിന്റെ മേൽ വരുന്ന ആത്മശക്തി എന്ന് പറയുന്നത് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന്. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓറബ ശന്തര ദേകൽകമന ദിബാര ബാബാ ബാബാ. ഓ, യേശുവിന്റെ നാമത്തിൽ ദിബാര ബാബാ. പിശാച് നിനക്കെതിരെ കെട്ടി ഉയർത്തിയ കോട്ടകളുണ്ട്. തന്ന ആത്മാവ് കോട്ടകളെ ഇടിപ്പ. ഹലോ, നിന്റെ ഭാവിക്കെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ കുടുംബജീവിതത്തിനെതിരെ, നിന്നെ ജനിക്കാൻ പോകുന്ന തലമുറയ്ക്കെതിരെ, നിന്റെ ജോലിക്കെതിരെയൊക്കെ ഇവൻ കെട്ടിയ കോട്ടയുണ്ട്. ആ കോട്ടകളെ ആത്മാവിൽ ഇടിക്കണം. ഇന്ന് പകൽ വാഗ്ദത്തങ്ങൾക്കെതിരായി പിശാച് കെട്ടി ഉയർത്തിയ സകല കൊത്തളങ്ങളെ, ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഒന്ന് പരിശുദ്ധാത്മാവിന് നൽകാൻ പറഞ്ഞേ. 2, നമ്മൾ ഈ വർഷം ഫലമൊന്നും കായ്ച്ചില്ല. നമ്മൾ 1-ാം തീയതി ഭയങ്കര സാഹചര്യമൊക്കെ പറഞ്ഞു, ദൈവമക്കളെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കഴിഞ്ഞ വർഷം ഞാൻ ഒന്നും ചെയ്യാൻ ഒത്തില്ല, അടുത്ത വർഷം കർത്താവ് ആയുസ്സ് തരുവാണെങ്കിൽ വല്ലതൊക്കെ ചെയ്യും. ഹലോ എന്നൊക്കെ പറയും. അടുത്ത വർഷം നമ്മളൊന്നും ചെയ്യത്തില്ല. അപ്പം തമ്പുരാൻ പറഞ്ഞു, ഒരു ഫലമില്ല, വെറുതെ നിലവിൽ നിഷ്ഫലമാക്കുന്നത്, വെട്ടിക്കളഞ്ഞേക്കാൻ പറഞ്ഞു. വെട്ടിക്കളഞ്ഞേക്കാൻ ഉടനെ പുത്രൻ ഇപ്പുറത്തിരിക്കുകയല്ലേ. പുത്രൻ പറഞ്ഞു, പിതാവേ, ഈ ഒരു വർഷം വെട്ടല്ല, ഈ ഒരു വർഷം കൂടെ നിൽക്കട്ടെ, ഞാൻ ഒന്നുകൂടെ കിളച്ച് വളമിട്ട് നോക്കാം. ഈ വർഷം കൂടെ കായ്ച്ചില്ലെങ്കിൽ അടുത്ത വർഷം എന്ത് ചെയ്യാം? അടുത്ത വർഷവും കായ്ക്കാത്തപ്പോൾ പിന്നെയും വെട്ടാൻ തുടങ്ങും. അവിടെ ഞാൻ കയ്യെ കയറി പിടിക്കും. ഞാൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയല്ലേ. നിങ്ങൾ എൻ്റെ കൂടെ ആണോ?
ഞാൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതല്ലേ, അടുത്ത വർഷം കായ്ക്കും എന്നും പറഞ്ഞ് എനിക്ക് വേണ്ടി സദാ ഹല്ലേലൂയ പറയണം. നിങ്ങളൊക്കെ വെട്ടേക്കാതിരിക്കുന്നത് ഹല്ലേലൂയ നിന്റെ ഭക്തിയുടെ കൂടുതൽ കൊണ്ടൊന്നുമല്ല, നിനക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്ന ഒരു സ്വർഗമുണ്ട്. വിശ്വസിക്കുന്നവരെ കരമൊന്ന് ചേർത്തടിച്ച് ഹല്ലേലൂയ ജീസസ് ജീസസ്. മൂന്ന്, നമുക്കൊരു ഭവനം പണിയാൻ നടന്നുകൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ ഇഷ്ടം പോലെ വാസസ്ഥലങ്ങൾ ഉണ്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളോട്, എന്നാൽ ഞാൻ നിങ്ങൾക്ക്, അതാരാ നിങ്ങൾ? എന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട സഭയാകുന്ന നിങ്ങൾക്ക് എന്റെ അപ്പനുണ്ടാക്കിയ ഏതെങ്കിലും വീട്ടിലല്ല കൊണ്ടുവന്നേ. ഞാൻ നിങ്ങൾക്കൊരു വീട് ഒരുക്കാൻ പോകുകയാണ്. ഞാൻ പോയി വീടൊരുക്കിയാൽ വന്ന് നിങ്ങളെ ഞാൻ ഇരിക്കുന്നിടത്ത് ചേർക്കൊരു സ്വത്രം പറഞ്ഞേ, വന്ന് ചേർക്കുമെന്ന്. നിങ്ങളെ വിസായി നിന്ന് ടിക്കറ്റ് എന്ന് പറഞ്ഞ PC ചെറിയാൻ ഭാഷ കൊച്ചി വരണം, കൊച്ചിയിൽ നിന്ന് സിൽക്കെയറെ കയറി സിംഗപ്പൂരിൽ ഇറങ്ങണം, സിംഗപ്പൂരിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റ് കയറി ഇവിടെ വരണമെന്ന് പറയുന്നത് പോലെ അല്ല. നിങ്ങളുടെ അച്ഛന് ശാരീരികമായി വേണ്ട സുഖമില്ല, തന്നെത്താൻ യാത്ര ചെയ്യാൻ വയ്യ. അതിന് പറഞ്ഞു, അപ്പച്ചൻ വിഷമിക്കണം, ഞാനങ്ങ് വരും, ഞാൻ ലീവ് എടുത്തങ്ങ് വരും, വന്ന അപ്പച്ചനെ കൊണ്ട് ഞാൻ ഇഞ്ഞു വന്നോളാം. യാത്രയെ കുറിച്ച് എന്ത് ചെയ്യണ്ട, വിഷമിക്കണ്ട, ഞാനുണ്ടല്ലോ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതാ യേശു പറഞ്ഞത്, ഇവിടുന്ന് വിടത്തില്ല, ഇവിടുന്ന് വിടാതെ അവിടുന്ന് വീണവൻ തടയും. തടയാതിരിക്കാൻ ഞാൻ ഇഞ്ഞു വരും. പാതാളത്തെ ജയിച്ച ഞാൻ, സ്വർലോക മണ്ഡലങ്ങളെ ജയിച്ച ഞാൻ, മരണത്തെ ജയിച്ച ഞാൻ, നിന്നെ കൊണ്ടുപോകാൻ ഇഞ്ഞു വരും. സന്തോഷമുണ്ട് സ്വന്തം പറഞ്ഞ് ഞാൻ വന്ന് നിന്നെ എന്റെ അടുക്കൽ ചേർക്കും. ഈ രാത്രി വിശ്വസിക്കുന്നവരെ ചേർന്ന് നല്ലപോലെ ആരാധിച്ചോ. അപ്പൊ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 3 6 കാര്യം പറഞ്ഞു. വന്നത് എന്തിനാന്ന് പറഞ്ഞു, ഇപ്പോൾ അവിടെ ചെന്നിരിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു. ഇനിയും വരാൻ പോകുന്നത് മത്തായി സുവിശേഷം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പറഞ്ഞിരിക്കുന്ന, ഞാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞ 650 പരം പ്രവചനങ്ങൾ നിവർത്തിക്കാൻ. സ്തോത്രം. 2, രക്ഷിക്കപ്പെട്ട തൻ്റെ സഭയെ തന്നോട് ചേർക്കാൻ. 3, ഒരു രാജാവായി ഈ ലോകത്തെ ഭരിക്കാൻ. അപ്പൊ ഈ 3 പ്രത്യക്ഷതകൾക്കും 3 സംഭവങ്ങളുണ്ട്. എല്ലാം വിവരിപ്പാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. എങ്കിലും വേഗത്തിൽ ഓടിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞ് ദൂത് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെയാണ് ഇരിക്കുന്നത് എന്നെനിക്ക് നന്നായിട്ടറിയാം. ഇങ്ങനെ വചനം കേൾക്കാൻ താല്പര്യമാണോ? ആണോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാമത് പറഞ്ഞ എന്തിനാണ്? 1, പാപപരിഹാരം വരുത്താൻ. എന്തിനാണ്? അപ്പൊ ഇന്ന് വൈകിട്ട് സന്ധ്യക്ക് വന്ന ഉടനെ ആദാം കൂടി വന്നു, ഉടനെ തമ്പുരാൻ വന്നു, മോനെ എന്തൊക്കെയാടാ ഇന്ന് കഴിച്ചേ? അത് ആ ഫ്രൂട്ട്സ് ഈ ഫ്രൂട്ട്സ് കുറേ കാര്യം. ഉടനെ അവയോട് ചോദിക്കും, മോളെ നീ എന്തുവാടി കഴിച്ചേ? അത് ഞാൻ ഇന്നതൊക്കെ എന്ന് പറഞ്ഞ് നടുക്കപ്പന്, അപ്പുറത്ത് മോനെ, ഇപ്പുറത്ത് മോള്. ഹലോ, അതായിരുന്നു പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇന്ന് വന്നപ്പോൾ തോട്ടത്തിൽ ഒരു ചലനവും ഇല്ല, കയ്യടിയില്ല, സ്തോത്രമില്ല, പ്രൈസ് ദി ലോർഡ് ഇല്ല, പാട്ടില്ല, ഒരനക്കവും ഇല്ല. ഉടനെ പറഞ്ഞു, ആദമേ നീ എവിടാ? അപ്പൻ വീട്ടിലോട്ട് വരുമ്പോ മോനെ കണ്ടില്ലെങ്കിൽ വിളിക്കത്തില്ലേ, എടാ നീ എവിടാന്ന് ചോദിച്ചില്ല, അതാ ചോദിച്ചേ. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കണ്ണ് കാണത്തില്ലേ? ദൈവത്തിന് കണ്ണ് കാണത്തില്ലേ? കാണാമോ?
ആഴിയുടെ അടിയിൽ ചെന്ന് പാർത്താൽ അവിടെ അവൻ്റെ കണ്ണ്, ഇനി പർവ്വതത്തിന്റെ മേളിൽ പോയി പാർത്താൽ അവിടെ, ഇനി ആകാശത്തിൽ പോയി കിളിക്കൂട് വെച്ചാൽ അവിടെ. കണ്ണുള്ളവൻ തോട്ടത്തിൽ വന്നിട്ട് നീ എവിടാന്ന് ചോദിച്ചപ്പോൾ കാണാഞ്ഞിട്ടാണോ? നമ്മുടെ 40 പിള്ളേരിരിക്കുന്ന കമ്പൈൻ ക്ലാസ്, 20 പെൺകുട്ടി 20 ആൺകുട്ടി. നമ്മളതിൻ്റെ ലാസ്റ്റിലത്തെ ബെഞ്ചേരിന്നൊക്കെ ഓർക്കുന്നില്ലേ? അതൊക്കെ മറന്നു. ഇവിടെ വന്നത് എങ്ങനെയാന്ന് നമുക്കല്ല അറിയത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ പഠിപ്പിച്ചോണ്ട് ഇങ്ങനെ ഇടയ്ക്ക് സാറ് സെബാസ്റ്റ്യൻ നീ എവിടാ? അവൻ ക്ലാസ്സിൽ ഇരിക്കുകയല്ലേ. അവനോട് സാറ് സെബാസ്റ്റ്യ നീ എവിടെ? അനങ്ങനെ ചോക്കെടുത്ത് ഒറ്റ ഏറ്. ചോക്ക് കൊണ്ടപ്പോൾ അവൻ ഞെട്ടി. അവൻ പറഞ്ഞു വാലല്ലാത്ത എല്ലാം അള്ളയിലാന്ന് പറഞ്ഞു. ഇവിടെ കെമിസ്ട്രി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അവൻ വെളിയിലെ ഒരു മരത്തിൻ്റെ പൊത്തിനകത്ത് അണ്ണാൻ കയറുന്ന കാണുകയായിരുന്നു. അണ്ണാൻ്റെ വാലൊഴിച്ച് ബാക്കിയല്ല അകത്ത് കയറി. അവൻ പറഞ്ഞു വാലില്ലാത്ത എല്ലാം. മനസ്സിലായില്ലേ? അവൻ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ സാറ് ചോദിച്ച ചോദ്യം നീ എവിടാന്നാ എന്ന് പറഞ്ഞാൽ ആദമിനോട് ചോദിച്ചത് നിന്റെ അറ്റൻഷൻ എവിടാന്നാ. നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവൻ പറഞ്ഞു തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ടു, ഒളിച്ചു. അപ്പം സഭയാകുന്ന തോട്ടത്തിൽ കേൾക്കേണ്ടത് ഓർഗന്റെ ഒച്ചയല്ല, ഋതമ്പാടിന്റെ ഒച്ചയല്ല, ഉപദേശിയുടെ ഒച്ചയല്ല, പാട്ടുകാരന്റെ ഒച്ചയല്ല. സഭയാകുന്ന തോട്ടത്തിൽ ആരുടെ ശബ്ദം കേൾക്കണം? ദൈവശബ്ദം. ആരോട് പറയാനാ? ഹലോ, സഭയാകുന്ന തോട്ടത്തിൽ ആരുടെ ശബ്ദം കേൾക്കണം? ദൈവസഭയിലെ ആളുകൾക്ക് പേടിയില്ലാതെ വന്ന എന്നാന്നറിയാമോ? അവരിപ്പോ കേൾക്കുന്ന ഉപദേശിയുടെ ശബ്ദമാണ്, അവരിപ്പോ കേൾക്കുന്ന കമ്മിറ്റിയുടെ ശബ്ദമാണ്, അവരിപ്പോ കേൾക്കുന്ന പാട്ടുകാരുടെ ശബ്ദമാണ്. എന്തില്ല? ഒന്നും മിണ്ടുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? സഭയ്ക്കകത്ത് ദൈവഭയം വരണമെങ്കിൽ സഭയ്ക്കകത്ത് ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങണം. ഓ ഹല്ലേലൂയ! എത്ര പേര് കൊതിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ? ആൾക്കൂട്ടമല്ല വിഷയം, ഉള്ളതിനകത്ത് ദൈവശബ്ദം മുഴങ്ങാൻ കൊതിക്കുന്നവരുണ്ടെങ്കിൽ ഓ ഹല്ലേലൂയ! ദൈവശബ്ദം മുഴങ്ങിയാൽ യാക്കോബ് പറയാണ് വാസ്തവമായി ദൈവം ഇവിടെ ഉണ്ടായിരുന്നു. ഞാനത് പലർക്കും വന്ന് യോഗ കൂടിപ്പോലും ദൈവം ഉണ്ടായിരുന്നു അറിയാതാ പോകുന്നത്. ഹലോ, മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ സഭയാകുന്ന തോട്ടത്തിൽ ആരുടെ ശബ്ദം മുഴങ്ങണം? ദൈവശബ്ദം. എഫെസോസിലെ സഭയിൽ ദൈവം നടുക്കാരുണ്ട്. വെളിപ്പാട് 2-ാം അധ്യായം തുടങ്ങുമ്പോൾ വായിക്കണ്ട, എഫെസോസിലെ സഭയുടെ നടുവിൽ യേശു ഇങ്ങനെ ഉലാവുകയാണ്. അത് 7-ാമത്തെ സഭ വന്നപ്പോഴത്തേന് യേശു വെളിയിലുമായി ആളകത്തുമായി. സ്തോത്രം. ഇപ്പോഴേ ഈ കർത്താവ് പറയാണ്, കണ്ടാലും ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. എല്ലാവരും കേൾക്കണ്ട, ആരെങ്കിലും IPCയോ ഷാരോനോ ന്യൂ ഇന്ത്യയോ ഇൻഡിപെൻഡന്റോ കാർബറിയോ കാൽഗറിയോ, ഹലോ, ഏതെങ്കിലും ഒരെണ്ണം എൻ്റെ ശബ്ദം കേട്ടിട്ട് വാതിൽ തുറന്നാൽ ഞാൻ ഈ സഭയുമായിട്ടുള്ള ബന്ധം വിട്ട് അവനുമായിട്ട്. 1-ാമത്തെ സഭയിലായിരുന്നു, ഇപ്പൊ അത് വിട്ടെന്ന്. ഇനി എനിക്കൊരാഗ്രഹം, ആരെങ്കിലും നിങ്ങൾക്ക് ഗൗരവം മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് രാത്രി കർത്താവ് നോക്കുന്നത് ഇവിടെ എത്ര പേര് വന്നെന്നല്ല, ആര് പ്രസംഗിച്ചെന്നല്ല, ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവര് അവനെ അനുഗമിക്കുകയും ചെയ്യുന്ന പകൽക്കാലം കേൾക്കേണ്ടത്, സഭകൾക്കകത്ത് മുഴങ്ങേണ്ടത് ദൈവത്തിന്റെ ശബ്ദമാ. സന്തോഷമുണ്ട്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഇവനെ ദൈവം തമ്പുരാൻ വരുന്നതിന് മുമ്പും തുണിയില്ല. എപ്പോഴാ തുണി പോയേ? അമ്മാമ്മ എപ്പോ ബ്രേക്ക്ഫാസ്റ്റിനാണോ ഫ്രൂട്ട് കൊടുത്ത്, ഇനി ലഞ്ചിനാണോ ഫ്രൂട്ട് കൊടുത്ത്, ഇനി 4 മണിക്കത്തെ കാപ്പിനോടാണോ ഫ്രൂട്ട് കൊടുത്ത്, ഇനി ഡിന്നറിന് എപ്പോഴായാലും എപ്പോ കൊടുത്തോ അപ്പോൾ എന്തായതാ? നഗ്നനായതാ. പക്ഷെ പേടി വന്ന എപ്പോഴാ?
ദൈവശബ്ദം കേട്ടപ്പോ മനസ്സിലാകുന്നുണ്ടോ? അതിനു മുമ്പേ പുള്ളി ആരാ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണ് അമ്മാമ്മ ഫ്രൂട്ട്സ് കൊടുത്തതെങ്കിൽ അന്നേരം പുള്ളി എന്ത് ചെയ്തു? അമ്മാമ്മ എന്ത് ചെയ്തു? പക്ഷെ അവർക്ക് പേടിയില്ല. പിന്നെ അവർ പാടിക്കാണും, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, പച്ചയായ പുൽപ്പുറങ്ങൾ അവൻ എന്നെ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ കീഴിൽ പാർക്കുകയും. രാവിലെ എണ്ണീച്ച് നമ്മൾ വായിക്കുമല്ലോ, ആ സംഗതി തുണി പോയി കിടക്കുക. എൻ്റെ കൂടെ ആണല്ലോ അല്ലേ? ഇതൊക്കെ പോയിട്ട് ദിവസങ്ങളയച്ച, പക്ഷെ നഗ്നതയൊന്നും അറിയുന്നില്ല. എന്നെ കാര്യം എന്നറിയാമോ? ശബ്ദം കേൾക്കുന്നില്ല. ഇന്ന് രാത്രി എത്ര കൊതിക്കുന്നുണ്ട് നിന്റെ പാപത്തെ കുറിച്ച് ഭയമുളവാക്കുന്ന ദൈവശബ്ദം കേൾക്കാൻ കൊതിക്കുന്നവർക്കായി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. നിന്റെ അകത്ത് ദൈവഭയം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ഞാനൊക്കെ വിശ്വാസി വരുന്ന സമയത്തെ നമുക്ക് ഇന്നത്തെ കാണുന്ന ഒരു സംവിധാനവും ഇല്ല, ലൈവില്ല, സംഗീത ഉപകരണങ്ങളില്ല, ഇന്നത്തെ കൂട്ടുള്ള സൂട്ടും ബൂട്ടുമുള്ള പുറത്ത് മോദിക്കോട്ട് വിട്ടേക്കുന്ന പാർസന്മാരില്ല, അല്ല ഒന്നുമില്ല. ഒരു പാവപ്പെട്ട ഉപദേശിമാർ, ആകെപ്പാടിൽ ഒറ്റമുണ്ടും ഒരു ചട്ട പോലെ തയ്ച്ചൊരു ജൂബായും ഒക്കെ ഇട്ട ഒരു സാധുക്കൾ ഉപദേശിമാർ. 10-20 വിശ്വാസി കാണും. ഓലപ്പരയൊക്കെയാണ്. ഒരു തമ്പേറുണ്ട്, തമ്പേറകത്ത് മൊത്തം നമ്മുടെ ഈ 108 ആംബുലൻസ് ഒട്ടിച്ച പോലെ ഇങ്ങനെ തുണി ഒട്ടിച്ചേക്കുക, റബ്ബർ പാല്. അത് കാരണം ഈ ആത്മാവ് കയറി അടിച്ചപ്പോൾ തൊലി പൊട്ടിയപ്പോൾ അതിലിങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുമ്പനാട് കൊണ്ട് നന്നായി വേറൊരു തോല് മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് മൊത്തം ഇങ്ങനെ ഡേഞ്ചറായിട്ട് വെച്ചേക്കുക. പ്രൈസലോ. പക്ഷെ അന്ന് അതേ കൊട്ടിയാലും ഭൂതം വിട്ടു പോകാറുണ്ട്. ഈ 8 പ്രാവശ്യം 9 പ്രാവശ്യം പൊട്ടിയിട്ട് ഒട്ടിച്ചേക്കുന്ന തമ്പേറ അടിച്ചാലും ഭൂതം വിട്ടുപോകും. കൈവശം ഇറങ്ങും, രോഗി സൗഖ്യമാവും. ഈ പാസ്റ്റർക്ക് ഡോക്ടറേറ്റ് ഇല്ല, MDH ഇല്ല, BTH ഇല്ല, CTH ഇല്ല, DTH ഇല്ല, ഡീമിനില്ല, ഒന്നുമില്ല. പക്ഷെ രോഗി എന്ത് ചെയ്യും? പറഞ്ഞേ, സൗഖ്യമാവും. ഭൂതമൊക്കെ എന്നാലും പുള്ളിയെ കാണുമ്പോഴേ ഭൂതം വിട്ടുപോവാം. ഇന്ന് ഇതെല്ലാം ഇട്ട് കൊട്ടിയിട്ടും ഭൂതമായിട്ട് തന്നെ വന്ന് ഭൂതമായിട്ട് തന്നെ വീട്ടിൽ പോവാ. അന്ന് സഭയ്ക്കകത്ത് ഉപദേശിമാരുണ്ടായിരുന്നു, പാസ്റ്റേഴ്സ് ഇല്ലായിരുന്നു. അന്ന് വിശ്വാസ ഭവനമായിരുന്നു, പിന്നെ അത് ഫെയ്ത്വമായി. ഇപ്പോൾ അത് മാറി പാഷനേജായി. വിശ്വാസ ഭവനം പോയി, ഫെയ്ത്വം പോയി, പാഷനായി. ഉപദേശി പോയി, പാസ്റ്റർ പോയി, ഡോക്ടറായി. ഇപ്പൊ എല്ലാവരും ആരാണ്? ഡോക്ടറായി. സഭ മൊത്തം രോഗിയായി. ഇതല്ലേ പറഞ്ഞേ? ഇവനെല്ലാം കൂടെ ഡോക്ടറായി, സഭയെല്ലാം നിങ്ങൾ എന്നെ കൊണ്ടെല്ലാം പറയിപ്പിക്കാം. മനസ്സിലാകുന്നുണ്ടല്ലോ? തിരിച്ചു വരണം. സഭയ്ക്കകത്ത് ഉപദേശിമാരെഴുന്നേക്കണം. ആരാ ഉപദേശി? ആരാ ഉപദേശി? പ്രൈസലോ. നിങ്ങൾ പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് പ്രമാണിപ്പാൻ കൽപ്പിച്ചതൊക്കെ ഉപദേശിച്ചുകൊണ്ട് സഭയ്ക്കകത്ത് ഉപദേശം പറയണം. അല്ലല്ലേ പറഞ്ഞാട്ടെ? പുതിയ നിയമസഭയ്ക്കകത്ത് ഞാൻ നിങ്ങളോട് പ്രമാണിപ്പാൻ കൽപ്പിച്ചതൊക്കെ ഉപദേശിച്ചുകൊണ്ട് സകലരെയും എന്റെ ശിഷ്യരാക്കണം. ഒരല്ലേ പറഞ്ഞേ? ഇത് വിശ്വാസിയെ കൂട്ടുന്ന മാർഗമല്ല, ഇത് ശിഷ്യരെ ഉണ്ടാക്കുന്ന മാർഗം. ഇന്ന് സഭയ്ക്കകത്തല്ലേ ഇഷ്ടം പോലെ വിശ്വാസിയാ. സൈക്കിൾ കൊണ്ടുപോവാ, കാറും കൊണ്ടുപോകും. ഓലപ്പേരയും കൊണ്ടുപോവാ, 2 നിലയും കൊണ്ടുപോകും. ഹലോ എന്റെ കുഞ്ഞെ, പ്രോസ്പെരിറ്റി പറയുന്നതല്ല സഭ. ക്രിസ്തുവിന്റെ കാന്തയാക്കുന്നതാ സഭ. യേശുവിന്റെ മണവാട്ടിയാക്കുന്നതാ സഭ. സന്തോഷമുണ്ട് കരമടിച്ചത് സ്വന്തം പറയേ. ഇന്നൊരു സഭ ഇവിടെ രൂപപ്പെടണം. വെള്ളിറക്കിയിട്ട് ചുറ്റിക്കറങ്ങുന്ന വാളുമായി കെരൂബിനെ വാതിൽക്കൽ കാവൽ നിർത്തി. ഗേറ്റും പൂട്ടി.
അപ്പനെ അനുസരിക്കാത്ത മക്കളെ അപ്പൻ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ട് നീ എൻ്റെ മോനുമല്ല ഞാൻ നിന്റെ അപ്പനുമായിരുന്നു പറഞ്ഞ് ഇറക്കി വിടത്തില്ലേ? അതേപോലെ തമ്പുരാൻ ഏദനിൽ നിന്ന് അപ്പന്റെ വീട്ടിൽ നിന്ന് ഇവനെ ഇറക്കി വിട്ടു. ഒരു സ്തോത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഇത് ആരുടെ ആയിരുന്നു? ആദമിന്റെ. ഇപ്പോൾ നുഴഞ്ഞു കയറിയവൻ അകത്തുമായി, അകത്തുണ്ടായിരുന്നവൻ പുറത്തുമായി. നമ്മുടെ വസ്തുവിനകത്തൊക്കെ നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ നോക്കാൻ ആരുമില്ല. അച്ഛനും മരിച്ചു, അമ്മയും മരിച്ചു, വസ്തു നമുക്കാണ്. 3.5 ഏക്കറുണ്ട്, 2 നില വീടുണ്ട്, പശുക്കൂടുണ്ട്, കിണറുണ്ട്, പട്ടിക്കൂടുണ്ട്. ബംഗാളിയാക്കിയിട്ട് നമ്മൾ പോന്നേക്കുക. നമ്മുടെ സാഹചര്യം അങ്ങനെ. ഇവിടെ വന്നപ്പോൾ നമുക്ക് 3.5 ഏക്കറും വേണ്ട, റബ്ബർ തോട്ടവും വേണ്ട. കാരണം അത് കാട്ടുപന്നി കയറി കിടക്കുക. നമുക്കിവിടെ സുഖം. തിരിച്ചു ചെല്ലുമ്പോൾ അവൻ നമ്മളെ അങ്ങോട്ട് കയറ്റാതെ വന്നാൽ സ്വതന്ത്രം. അപ്പൊ നമ്മളിങ്ങനെ മരുഭൂമി നിൽക്കുക. ഉടനെ അവൻ വന്നേക്കുക, ഒന്ന് നമസ്കരിക്കാമേ, ആധാരം തന്നേക്കാം. അതാ മരുഭൂമി നടന്നേ. ഹലോ, വല്ല മനസ്സിലായോ? യേശു ഭൂമി വന്നപ്പോൾ ഇതിന്റെ ഓണറവകാശം ആരാ? വാസ്തവത്തിൽ യേശുവിനാ. പക്ഷേ ആദാം മൂലം ഈ നോക്കാൻ ഏൽപ്പിച്ചവന്റെ കയ്യിലായി ആധാരമില്ല. ഇപ്പോൾ അവൻ പറയണ ആധാരം വിട്ടെന്ന്, അതിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിക്കുകയൊന്നും വേണ്ട, എന്നെ എന്ത് ചെയ്താൽ മതി. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ പാപത്താൽ പുറത്താക്കപ്പെട്ട മനുഷ്യനെ രക്ഷിക്കാൻ ഇവിടെ കാളകളുടെ രക്തം ആറുപോലെ ഒഴുകി, ആടുകളുടെ രക്തം ആറുപോലെ ഒഴുകി, യാഗങ്ങളും ബലികളും ഒക്കെ നടന്നു. പക്ഷേ പശുവിന്റെ പശുഭസ്മത്തിനോ കാളകളുടെയും കോലാട്ടുകൊറ്റന്മാരുടെ രക്തത്തിനോ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയാതിരുന്നപ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ, മനുഷ്യനെ സൃഷ്ടിച്ചാൽ അവൻ പാപം ചെയ്യുമെന്നും പാപത്തിന്റെ ശമ്പളം മരണമായിട്ട് അവൻ മരണപ്പെടുമെന്നും സർവജ്ഞാനിയായ ദൈവം അറിഞ്ഞിട്ട് അങ്ങനെ മനുഷ്യൻ വീണു പോയാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മനുഷ്യനെ എങ്ങനെ വീണ്ടെടുക്കും എന്ന് സ്വർഗത്തിൽ ചിന്തിക്കുമ്പോൾ പുത്രൻ പറഞ്ഞു, എന്നെ അയക്കണം, എന്നെ അയക്കണം. പാപിയായ മനുഷ്യനെ വീണ്ടെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഉടനെ പുസ്തകത്തിന്റെ ചുരുളുകൾ എഴുതി വെച്ചു. എപ്പോഴെന്നറിയാമോ? ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ. മനുഷ്യൻ വീണ് കഴിഞ്ഞല്ല സ്വർഗം പുത്രനെ മാറ്റിക്കെട്ടിയത്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ, പാപം ചെയ്യുന്നതിന് മുമ്പേ, മനുഷ്യൻ വീണു പോകുന്നതിന് മുമ്പേ അവന് വേണ്ടി പ്രായശ്ചിത്തമായി ഒരുവനെ മാറ്റിക്കെട്ടി. ഇവരല്ലേ പറഞ്ഞേ? അതുകൊണ്ട് ഈ പുസ്തകം പറയുന്നു, ലോകസ്ഥാപനത്തിന് മുമ്പേ കുരുളറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്, മാറ്റിക്കെട്ടിയ കുഞ്ഞാടിനെ മനുഷ്യ സൃഷ്ടിപ്പിന്റെ 4000-ഓളം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ കാലത്തിന്റെ സമ്പൂർണതയിൽ, കാലസമ്പൂർണത, സ്വതന്ത്രം പറഞ്ഞേ. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞു, കാലം തികഞ്ഞു. എന്തോ കാലം? മാറ്റിക്കെട്ടിയ കുഞ്ഞാട് വരാനുള്ള കാലം തികഞ്ഞു. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചു. കാലത്തിന്റെ സമ്പൂർണത വന്നപ്പോൾ സ്വർഗത്തിന്റെ കലവറയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന സാക്ഷാൽ ജീവന്റെ അപ്പമായ യേശുക്രിസ്തു എന്ന ഗോതമ്പ് മണി ദൈവം ഈ ഭൂമിയിലേക്ക് വലിച്ചത്. ഈ ഭൂമിയുടെ അനുകൂല പ്രതികൂല സാഹചര്യത്തിൽ വരണ്ട നിലത്ത് വേർ മുളയ്ക്കുന്നത് പോലെ അവൻ വളർന്നു. പ്രൈസ് ദി ലോർഡ്. വിളഞ്ഞ് പാകമായപ്പോൾ 33.5 വയസ്സിൽ ഗദസമന തോട്ടത്തിൽ വെച്ച് അവൻ കൊയ്യപ്പെട്ടു. ഗദസമന മുതൽ ഗബദയിലൂടെ ഗാഗുൽത്ത വരെ അവൻ മെതിക്കപ്പെട്ടു. ഗാഗുൽത്തയുടെ കൊടുമുടിയിൽ വെച്ച് അവൻ പൊടിക്കപ്പെട്ടു. ദൈവത്തിന്റെ കോപാഗ്നിയിൽ വെന്തെടുക്കപ്പെട്ടു. അവൻ ജീവന്റെ അപ്പമായി തീർന്നു. എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കും. ഒരല്ലേ പറഞ്ഞാട്ടെ? ഓ, വിശ്വസിക്കുന്നവർ ചേർന്ന് കരമൊന്നടിച്ച് ഹല്ലേലൂയ, റബലമനബശ്, ഹല്ലേലൂയ.
അപ്പൊ പുത്രനെ ഉലകത്തിനെ കുളമാക്കാൻ നോക്കിയപ്പോൾ ആദാമ്യവർഗം പരാജയപ്പെട്ടു. ഇനി എന്റെ കൂടെ വരണം. ആദാമ്യവർഗം പരാജയം. രണ്ടാമത് ആദാമ്യവർഗത്തിനകത്തുനിന്ന് ഒരു നോഹയെ പുറത്തു കൊണ്ടു. നോഹ പെട്ടകമൊക്കെ പണിത് പറഞ്ഞവരെല്ലാം കേട്ടു. 8 പേരകത്ത് കയറി. ആ 8 പേരിൽ കൂടെ ലോകത്തെ പുനരുദ്ധരിക്കാമെന്ന് വിചാരിച്ചെങ്കിലും ആ പുള്ളിക്കാരൻ പെട്ടകമെല്ലാം പണിത് അരാരാത്തിൽ ഉറച്ചു കഴിഞ്ഞ് ഒരു നല്ല മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. മുന്തിരി ഒത്തിരി മിച്ചം വന്നപ്പോൾ പുള്ളി വീഞ്ഞാക്കി അത് വാറ്റി പുള്ളി അടിച്ചു. തുണിയില്ലാതെ കിടന്നു. വിഷയെല്ലാം പോയി. അറിയാമല്ലോ അല്ലേ? അതും പരാജയപ്പെട്ടു. ഒരു സ്തോത്രം പറഞ്ഞേ. അങ്ങനെ 1, 2, 3 ക്രമത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ തമ്പുരാൻ അങ്ങ് മെസപ്പൊട്ടോമിയിലെ ഊറിൽ വിഗ്രഹങ്ങളെ വിറ്റുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ സ്വർഗം കണ്ടു. അതാ അപ്പോസ്തല പ്രവൃത്തി 7:1 സ്റ്റേഫാനോസിന്റെ ചരിത്രപ്രസിദ്ധമായ പ്രസംഗം. ഒന്നേ പ്രസംഗിച്ചുള്ളൂ. 1 പ്രസംഗിച്ചാ മതി. 1 പ്രസംഗിച്ചാ മതി. ഒത്തിരി പ്രസംഗിക്കാനേക്കാൾ നല്ലതല്ലേ? ഒറ്റ പ്രസംഗം ഒന്ന് വായിച്ചേ. ഒന്ന് ശ്രദ്ധിച്ചേ. ഉൽപ്പത്തി പുസ്തകത്തിൽ 11-ാം അധ്യായത്തിന്റെ അവസാന വാക്യം അബ്രഹാം ഹാരാനിൽ വന്ന് പാർത്തു. കണ്ടോ? 255 സംവത്സരമായപ്പോൾ തേരഹ് ഹാനാനിൽ വെച്ച് മരിച്ചു. അപ്പോൾ അബ്രഹാമിന്റെ അപ്പന്റെ പേരാണ് തേരഹ്. പുസ്തകത്തിൽ പഴയ നിയമത്തിൽ ഹാരാനിൽ വെച്ച് തേരഹ് മരിച്ചു. 12-ാം അധ്യായത്തിൽ അനന്തരം അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു. അങ്ങനെ തുടങ്ങുന്നല്ലേ? പക്ഷെ അതിന് മുമ്പ് ഒരു ചരിത്രമുണ്ട്. അത് ആത്മാവുള്ളവനെ മനസ്സിലാകത്തുള്ളൂ. വായിച്ചുകൊണ്ടിരിക്കല്ലേ, ഇതെല്ലാം പിന്നെ വായിച്ചാൽ മതി. ശ്രദ്ധിച്ചു. അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയമില്ലാത്തതുകൊണ്ട് എവിടെയും കൊണ്ടൊന്ന് എത്തിക്കാൻ വേണ്ടി ഞാനിങ്ങനെ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ചരിത്രം പറഞ്ഞാൽ ആദാമിന്റെ സന്തതിയായ എന്നല്ല, അബ്രഹാമിന്റെ സന്തതിയായ ദാവീദിന്റെ സന്തതിയായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അപ്പൊ അബ്രഹാമിന് മുമ്പേ ആരുമില്ലേ? പക്ഷെ ആ തലമുറകളെല്ലാം മാറ്റി. ഏതാണ്ട് 20 തലമുറകളുടെ പേര് വെട്ടിയിട്ട് 42 തലമുറ എടുത്തു. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശുക്രിസ്തു വരെ 14. അങ്ങനെ ആകെ തലമുറകൾ 42. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അബ്രഹാമിന് മുമ്പുള്ള തലമുറയെ തമ്പുരാൻ എന്ത് ചെയ്തു? വെട്ടിയിട്ട് യേശുക്രിസ്തുവിന്റെ ചരിത്രം എവിടെ തുടങ്ങുകയാണ്? അബ്രഹാമിൽ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ പാട്ടിനൊക്കെ വലിയ വില. എന്നെ തെരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ നിലെന്തു നീ കണ്ടേശുവേ, എന്നെ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾക്ക് ഈ വചനത്തിന്റെ ഒരു വെളിപ്പാട് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? വേദപുസ്തകം മൊത്തം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക 1 മണിക്കൂറിനകത്ത്. സ്തോത്രം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തേരഹ് ഹാരാനി വന്ന് പാർത്തു. ഹാരാനി വെച്ച് തേരഹ് മരിച്ചു. അവിടെയാ തുടങ്ങുന്നത്. പക്ഷേ ആത്മാവും ജ്ഞാനവും കൃപയുമുള്ള 7 പേരെ തിരഞ്ഞെടുത്തു. ഇപ്പൊ ശിഷ്യന്മാര് 2 ഗ്രൂപ്പായി. 1 പന്തീര് വരെ, 2 7 വരെ.
1 12 2 7. ആ 7 ഒരുവനാണ് സ്തേഫാനോസ്. സ്തേഫാനോസിന്റെ പ്രസംഗം കേട്ട് പുരോഹിതന്മാർ ഞെട്ടി നിൽക്കുവാൻ പറഞ്ഞു, സഹോദരന്മാരായ പുരുഷന്മാരെ കേൾപ്പീൻ. നിങ്ങൾ വായിച്ചേക്കുന്ന പോലെ അല്ല സംഭവം. അതിനു മുമ്പ് ഒരു ചരിത്രമുണ്ട്. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനി വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊട്ടോമിലിരിക്കുമ്പോൾ തേജോമയനായ ദൈവത്തെ കണ്ടു. ആരെങ്കിലും സഭയിൽ വരുന്നെങ്കിൽ ഉപദേശിയെ കണ്ടു വരല്ലേ, കാൻസർ മാറിയിട്ട് വരല്ലേ, ട്യൂമർ മാറിയിട്ട് വരല്ലേ, കടഭാരം മാറിയിട്ട് വരല്ലേ, പനിയും ചൊറിയും മാറിയിട്ട് വരല്ലേ. വരുവാണ് ദൈവത്തെ കണ്ടുവരണം. ഒരല്ലുയ പറഞ്ഞേ, ദൈവത്തെ കണ്ടുവേണം കൃപയിൽ വരാൻ. നല്ല കൈയടിച്ച് അല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കടം മാറി സഭ വരല്ലേ, അത് കർത്താവ് മാറ്റിക്കോളൂ. ചൊറി മാറിയിട്ട് വരല്ലേ, അത് മാറ്റിക്കോളൂ. നീ വരേണ്ടത് ആരെ കണ്ട? അപ്പൊ സാക്ഷി പറയുമ്പോ ദൈവത്തെ കണ്ടു വന്ന കാര്യം പറയാം. അവിടെ തുടങ്ങുകയാണ്. അത് വിഗ്രഹങ്ങളുടെ ഇടയിൽ ഇരിക്കുമ്പോ ആരെ കണ്ടു? അല്ല, തേജോമയനായ ദൈവത്തെ കണ്ടെന്ന് പറയുന്നതും തേജോമയനായ ദൈവത്തെ കണ്ടെന്ന് രണ്ട് സംഭവമാണ്. തേജോമയനായ ദൈവത്തെ ഒരിക്കൽ നമ്മുടെ പത്രോസ് കണ്ടേ. അവര് 9 ശിഷ്യന്മാരെ താഴ്വരെ നിർത്തിയിട്ട് 3 പേരെ കൂട്ടിക്കൊണ്ട് മറുരൂപമലയിൽ പോയി. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. അങ്ങോട്ട് ചെന്ന ഉടനെ ഭൂമിയിൽ ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിപ്പാൻ കഴിയാത്തതുപോലെയുള്ള വസ്ത്രം ധരിച്ചതല്ല. രാത്രി മുഴുവൻ ചെയ്തു, പ്രാർത്ഥിച്ചു 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 രൂപാന്തരപ്പെട്ടു. അങ്ങനെ വേണം രൂപാന്തരപ്പെടാൻ. ഹലോ, പ്രാർത്ഥന രൂപാന്തരപ്പെടാൻ വേണ്ടിയാണ്. പല ദൈവമക്കൾക്കും എന്തോ വന്നിട്ടില്ല, പാറയെല്ലാരും കൂടെ രക്ഷിക്കപ്പെട്ടു ധാനപ്പെട്ടു മുങ്ങിപ്പൊങ്ങിയൊക്കെ അകത്ത് വന്നെങ്കിലും പലർക്കും എന്തോ ഇല്ല. അപ്പൊ എന്തുണ്ടാകണം? രൂപാന്തര സ്വതന്ത്രം പറഞ്ഞു. അപ്പൊ പ്രാർത്ഥിച്ച് 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 ഭൂമിയിൽ ഒരലക്കുകാരനും അലക്കി വെളുപ്പിപ്പാൻ കഴിയാത്ത തേജസ്, മുഖം സൂര്യശോഭയെ വെല്ലുന്ന മുഖം, മുടി ഹിമത്തേക്കാൾ വെണ്മയായ മുടി, കണ്ണ് അഗ്നിജാലക്കൊത്ത കണ്ണ്, കാല് ഉലയിൽ ഊതിപ്പഴിപ്പിച്ച വെള്ളോട് സദൃശ്യമായ കാല്, നിലയങ്കി ധരിച്ച് പർവ്വതം മുഴുവൻ ആ തേജസ് അങ്ങ് നിറഞ്ഞു. ഇത് കണ്ട പത്രോസ് പറഞ്ഞു, വീട്ടിൽ പോകുന്നില്ല. വീട്ടിൽ പോകുന്ന പ്രശ്നമില്ല. ഇപ്പൊ 3 വീടുണ്ടാക്കുക. ഇന്നലെ പോയി ടാക്സ് കൊടുക്കാൻ വേണ്ടി ചൂണ്ടയും കൊണ്ട് പോയ പുള്ളിയാ. കരമടയ്ക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് തമ്പുരാനൊക്കെ ചെന്ന് പറഞ്ഞ് ഒരു ചൂണ്ട എടുത്തുകൊണ്ട് പോയി മത്സ്യത്തിനിട്ട് അതിന്റെ ചെകല പൊളിച്ചപ്പോൾ ഒരു ചതുരമ്പ കിട്ടിയോണ്ട് പുള്ളിയുടെ യേശുവിനെ അടച്ച പുള്ളിയുടെ കയ്യിൽ വേറെ 5 കാശ് പാറ എല്ലാവരും. ആ പുള്ളി പറയാണ് 3 വീട് വെച്ചേക്കാം. 3 ഒരു പൈസ കയ്യിലില്ല. അന്നേരം പുള്ളി പറയണം 3 വീട് വെച്ചേക്കാം. 1 മോശയ്ക്ക്, 1 ഏലിയാവിന്, 1 നിനക്ക്. എന്തു പറയേണ്ടുവെന്ന് അവൻ അങ്ങനെ എഴുതിയേക്കുന്നേ. എന്തു പറയേണ്ടുവെന്ന് അവൻ തേജസ് കണ്ട എല്ലാം മറക്കും. നമ്മൾ അതും ഇതൊക്കെ പറഞ്ഞ തേജസ് കാണാത്തതുകൊണ്ട് ഈ സഭയ്ക്കകത്ത് അതും ഇതൊക്കെ പറയുന്നത് എന്തോ കണ്ടിട്ടില്ല. ഇന്ന് രാത്രി എത്ര പേര് കൊതിക്കുന്നുണ്ട് തേജസ് കാണാൻ? ഈ യോഗം ആശീർവാദം പറയും മുമ്പേ തേജസ് ഒന്ന് കാണാൻ കൊതിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. അപ്പൊ ന്യായമായൊരു ചോദ്യം, 1 മോശയ്ക്കും 1 ഏലിയാവിനും 1 കർത്താവിനും. നീ എവിടെ താമസിക്കും? നിനക്ക് വീട് വേണ്ടേ? വേണ്ട. പിന്നെ നീ എവിടെ? ഞാൻ അനുഗമിച്ചവന്റെ തേജസ് ഇതാണെങ്കിൽ ഞാൻ അവന്റെ ആ ചിറകിന്റെ മറവിൽ. ഇതൊക്കെ വല്ല മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഇന്നലെ വരെ മല നിറഞ്ഞ മീൻ കിട്ടിയവനെ അറിയാം, 5 കൊണ്ട് 5000 പോഷിപ്പിച്ചവനെ അറിയാം. ഹലോ, യായിറോസിന്റെ കൊച്ചിനെ സൗഖ്യമാക്കിയതറിയാം. പക്ഷേ ഇതാണ് തേജസ് എന്ന്. ഞാൻ അനുഗമിച്ചവന്റെ തേജസ് ഇതാണെങ്കിൽ ഞാൻ ആ ചിറകിന്റെ പറവിൽ അങ്ങ് വസിച്ചോളാം.
ഓ ഹല്ലേലൂയ. നമ്മളെ കൃപയിൽ വന്നാൽ തേജസ് കാണണം കേട്ടോ. തേജസ് കണ്ടാൽ മറ്റെല്ലാം നീ മറക്കും. എത്ര പേര് കുതിക്കുന്നുണ്ട്? എന്റെ അപ്പാ, ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, ഞാൻ ഉറങ്ങും മുമ്പേ എന്റെ കൂടാരത്തിനകത്ത് ആ തേജസ് നിറയണമേ. ഓ ഹല്ലേലൂയ. അപ്പൊ വിഗ്രഹാരാധിയായ അബ്രഹാം ആരെ കണ്ടു? തേജോമയനായ ദൈവത്തെ കണ്ടു. ദൈവത്തെ കണ്ടതുകൊണ്ട് കൽദയദേശം വിട്ടു, വിഗ്രഹാരാധന വിട്ടു, ഊറെന്ന പട്ടണം വിട്ടു. ഹലോ, അതുവരെയുള്ള ജാതി ആരാധന വിട്ടു, എല്ലാം വിട്ടു. യൂഫ്രട്ടീസ് നദിക്കകത്തിറങ്ങി അക്കരെ കയറി. അപ്പൊ നാട്ടുകാർ ചോദിച്ചു, അച്ഛാ എവിടെ പോവാ? എവിടെ പോവാ? എന്നോട് പറഞ്ഞു, കാണിപ്പാടുള്ള ദേശത്തേക്ക് പോവാ. എവിടെ പോവാ? അതെവിടാ? അത് പറഞ്ഞോനെ അറിയത്തുള്ളൂ. കാണിപ്പാടുള്ള ദേശത്തേക്ക് എവിടെയാന്നറിയാതെ തേജോമയനായ ദൈവത്തെ കണ്ടിറങ്ങി തിരിച്ചു. തമ്പുരാൻ പറഞ്ഞു, എന്റെ പുത്രന്റെ വല്യപ്പന്റെ പേര് അവന്റെ എഴുതിയേക്കാൻ പറഞ്ഞു. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. എന്റെ മോൻ ഇവിടെ വരുമ്പോഴേ അവന്റെ അഡ്രസ് വെക്കണമല്ലോ. പ്രൈസറോ, നൈമും പിന്നെ സണ്ണയും അത് വെക്കുമ്പോൾ ഈ ആദാമിന്റെയും തുണി പോയ നോഗയുടെ ഒന്നും പേര് വെക്കാതെ തേജോമയനായ ദൈവത്തെ കണ്ടിറങ്ങിയ അബ്രഹാമിന്റെ പേര് വെച്ചു. എന്റെ കൊച്ചന്റെ, നിങ്ങൾ എന്റെ കൂടെ ആണോ? ഹല്ലേലൂയ. അതുകൊണ്ട് അവന് വിശ്വാസികളുടെ പിതാവെന്ന പേര് കിട്ടി. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. ഇന്ന് പകൽ അബ്രഹാം ആരെ കണ്ടിറങ്ങി തിരിച്ചു? തേജോമയനായ ദൈവത്തെ കണ്ടപ്പോ എല്ലാം വിട്ടു, എല്ലാം വിട്ടു. വീട് വിട്ടു, കൂട് വിട്ടു, നാട് വിട്ടു, നാമധേയ കൂട്ടം വിട്ടു. ഹല്ലേലൂയ പറഞ്ഞേ. എല്ലാം വിടാത്തത് മുഖം എന്നെ വലിച്ച്. കൃപയെ വന്നിട്ടും എല്ലാം വിടാത്തത് ഇതുവരെ ആരെ കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ പിണങ്ങാതിരിക്കാൻ ആ ഭാഗം ഞാൻ വിടും. നീ കണ്ടെങ്കിൽ വിട്ടോണം. യഥാർത്ഥമായി ദൈവത്തെ കണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടാത്ത എല്ലാം നീ വിട്ടേക്കണം. നിന്റെ പദവി കർത്താവിന്റെ കാന്തയാണ്, കർത്താവിന്റെ മണവാട്ടിയാണ്. ഒരു നല്ല അല്ലടി പറഞ്ഞേ. ഈ അബ്രഹാമിൻ ദൈവത്തെ കണ്ടതിന് പല വെളിപ്പാടുകളാണ്. അപ്പൊ ആദ്യം ആരെ കണ്ടു? തേജോമയനായ ദൈവത്തെ. 14-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 19-20. ഉൽപ്പത്തി പുസ്തകങ്ങളിലൊക്കെ ഒന്ന് എടുത്തു. ആ പേജൊക്കെ ഒരുപാട് കാലം വേണ്ടി മറിയാതിരിക്കുകയല്ലേ, മറിഞ്ഞോട്ടാ ഒന്ന് എടുത്തു. ഒരാൾ വായിച്ചാൽ മതി. ആ അത്യുന്നതനായ ദൈവം. ഒരല്ലേ പറഞ്ഞ് ഉന്നതനും മീതെ ഒരു ഉന്നതനും, അതിനു മീതെ ഒരത്യുന്നതനുമുണ്ട്. നിങ്ങൾ സ്വതന്ത്രം പറയണം. നിന്റെ ഓഫീസറുടെ മേളിൽ, നിന്റെ ഡയറക്ടറുടെ മേളിൽ, നിന്റെ GM-ന്റെ മേളിൽ നിന്നെ അങ്ങ് വരട്ടി ഇപ്പൊ മൂക്കി കയറ്റി വിഴുങ്ങി നിന്റെ വിസായും കളഞ്ഞ് PR കളഞ്ഞ് നിന്നെ അങ്ങ് നാട്ടി വിടുമെന്ന് കണ്ണൂരിട്ടുമ്പോ നീ മനസ്സിൽ പറയണം, ഇതിന് മേളിൽ ഒരു അത്യുന്നതനുണ്ട്. പറയണം, ഉന്നതന് മീതെ, ഉന്നതന് മീതെ ഒരു ഉന്നതനും, അതിന് മീതെ ഒരു അത്യുന്നതനും ഉണ്ടെന്ന് പറയാൻ നീ ഇന്ന് മുതൽ തന്റെ ഇടം പ്രാപിക്കണം. ഞാനൊരു മർമ്മം പറയാം. നിന്റെ ഈ തൊലിയും നിന്റെ നിറവും നിന്റെ ഒക്കെ കാണുമ്പോൾ ഇവർക്ക് അത്രയും കൊണ്ട് ഇഷ്ടമൊന്നുമല്ല. അവനിപ്പോഴും മാരുതി 800 പോകുമ്പോൾ നീ ഇവിടെ വന്ന് BMW പോകുമ്പോൾ അവന് സൂഹിക്കത്തില്ല. സ്വാഭാവികല്ലേ. ഇന്നലെ വലിഞ്ഞു കയറി വന്ന നീ പോകുന്നത് BMW. അവനിപ്പോഴും പോകുന്നത് മാരുതി 800. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവൻ വാടകയ്ക്ക് 2 വീട്ടിൽ നീ ഇപ്പം സ്വന്തമാക്കി. അവനിപ്പോഴും വാടകയൻ. സൂഹിക്കത്തില്ല. പിന്നെ അവന് ചെയ്യാൻ ഒക്കുന്നത് നിന്നെ ടെർമിനേറ്റ് ചെയ്യുക, ഏതെങ്കിലും തള്ളമാരി ചത്തെങ്കിൽ നിന്നെ കൊണ്ട് മണ്ടയ്ക്ക് കൊണ്ടാ കേസ് വെക്കുക. അവർ ജാഗം കിടന്ന
നീ ഡ്യൂട്ടി ചെയ്യുന്നപ്പോൾ ആ തള്ള എന്ത് ചെയ്തേ? അത് നിന്നെ മണ്ടയ്ക്കായി. അവർ ജാകാൻ നേരത്ത് ചവിട്ട് കിട്ടിയോണ്ട് നമ്മുടെ അടിവെച്ച് വേനെ, അത് വേറെ കേസ്. അതെങ്ങനെയാ പാസ് അറിഞ്ഞെന്നല്ലേ? അതാണ്. അപ്പൊ നിന്നെ ഇപ്പോഴും അങ്ങോട്ട് മൂക്കി കയറ്റുമെന്ന് പറയുമ്പോൾ നീ പറഞ്ഞാടാ, നീ അല്ല എനിക്ക് വിസ തന്നേ, എന്നെ ഇവിടെ കൊണ്ടുവന്നൊരു ദൈവം എനിക്കുണ്ട്, എന്റെ ദൈവം നിന്റെ മേളിലുള്ള ആളാ. നല്ല സ്വത്രം പറയുന്നേ. നീ ഏതെങ്കിലും വെരുട്ട് കെട്ട് പേടിക്കരുത്, നീ ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവം ഇന്ന് പറയുമ്പോൾ ആർക്കൊക്കെയോ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്ന രാത്രിയാ, വിശ്വസിക്കുന്നവര് മാത്രം. ഓ നിന്നെ ഒതുക്കാൻ, നിന്നെ കുടുക്കാൻ, നിന്നെ തകർക്കാൻ ദുഷ്ടൻ പ്ലാൻ നീ ആത്മാവ് പറയണം, മേളിൽ ആളുണ്ടാ. അതല്ലേ അയ്യോ പറഞ്ഞേ, എനിക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്, എനിക്ക് വേണ്ടി വാദിക്കാൻ ഒരാളുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവൻ എനിക്ക് വേണ്ടി വാദിക്കുക മാത്രമല്ല, അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. നല്ല സ്വത്രം പറയണം. അവന് സകലവും കഴിയുമെന്നും അവൻ ഒരു കാര്യം അസാധ്യമല്ലെന്നും ഇന്ന് രാത്രി ഞാൻ അറിയുകയാ. ചിലരുടെ വഴികളെ, ബ്ലോക്ക് ചെയ്ത വഴികളെ ദൈവം തുറക്കുന്ന രാത്രിയാ. അപ്പൊ ഈ ലോത്തിനെയും ഭാര്യയും പിള്ളേരെയും സമ്പത്തും എല്ലാം കൂടെ 4 രാജാക്കന്മാർ വന്ന് അടിച്ചോണ്ട് പോയി. അടിച്ചോണ്ട് പോയ കാര്യം ഓടി വന്ന ഒരാൾ പറഞ്ഞു, അബ്രഹാമേ, നിന്റെ സഹോദരന്റെ തന്തയില്ലാത്ത ചെറുക്കൻ്റെ, അപ്പനില്ലാത്ത ചെറുക്കൻ്റെ, നീ വളർത്തിയ ചെറുക്കൻ്റെ ഭാവിയെല്ലാം പോയി, അവനെ അവന്മാരെല്ലാം അടിച്ചോണ്ട് പോയി, ജയിലിൽ പോയി, സംഗതി പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു. ഉടനെ അബ്രഹാം മുൻപും പിൻപും നോക്കിയില്ല. പുള്ളി 312 അഭ്യാസം എടുക്കാൻ പാടാന്ന് പറഞ്ഞു. അമാര് കുന്തവും പരിചയമെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് ഇവന്മാരെ 4 പേരെ അടിച്ച് നൂർത്ത് കീഴ്ക്കുഴി കിട്ടും. കീഴ്ക്കുഴി എന്ന് പറഞ്ഞാൽ ടാറിൻ്റെ കുഴി, എണ്ണ എടുത്തിട്ടുള്ള ബാക്കി ടാറ്. അത് അന്നേ ഉണ്ട്, അല്ല ഇവരിപ്പോൾ ഗൾഫുകാർ കണ്ടുപിടിച്ച സാധനമൊന്നും അല്ല. കീഴ്ക്കുഴിക്കകത്ത് ഇടുന്നല്ലയോ, ടാറിനകത്ത് മുക്കിയെന്നാ. അപ്പൊ അന്നേ ഈ സാധനമൊക്കെ ഒരല്ലി പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാണ്. ഇതെല്ലാം ചെയ്തിട്ട് ഈ നഷ്ടപ്പെട്ട ലോത്തിനെയും ഭാര്യയും പിള്ളേരെയും സമ്പത്തും എല്ലാം തിരിച്ചു മേടിച്ചുകൊണ്ട് വരിക. വന്ന് ഇവനെ എല്ലാം കൊണ്ട് പഴയ സ്ഥാനത്ത് ആക്കിയിട്ട് പുള്ളി ഇരുന്ന് പട്ടാളക്കാർ ക്യാമ്പിലോട്ട് പോയി, ഭാര്യ കൂടാരത്തിലോട്ട് പോയി, ലോത്തിന്റെ വീട്ടിലോട്ട് പോയി. അച്ഛൻ ഒറ്റയ്ക്കായപ്പോൾ പുള്ളി ആകെപ്പാടെ ഭയപ്പെട്ടു പോയി. നേരത്തെ ഒരു ആവേശത്തിൽ ചാടി ഞാനിതൊക്കെ ചെയ്തെങ്കിലും ഇവന്മാർ 5 അപ്പോൾ ഒരാളെ കൂടെ കൂട്ടി 5 രാജാക്കന്മാരായി. അമ്മാർ 5 കൂടെ വന്ന് എൻ്റെ കാര്യം കഴിച്ചെങ്കിൽ ഞാൻ എന്തോ ചെയ്യുമെന്ന് അബ്രഹാം ഭയപ്പെട്ടിരിക്കുമ്പോൾ തമ്പുരാൻ പ്രത്യക്ഷപ്പെട്ടു. അബ്രഹാമേ, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലവും നിന്റെ പരിചയമാണ്. ഒരല്ലേ പറയണം. ഓ, തേജോമയനായ ദൈവത്തെ കണ്ടിറങ്ങി അവിടെ പറഞ്ഞു, ഞാൻ നിന്നെ പരിചയമാണ്. എടാ, 5 രാജാവല്ല 10 രാജാവിനും പരിചയം ഞാനാണ്. ഞാൻ നിന്നെ അതിനകത്ത് പരിപാലിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇന്റെ പോലെ ആരോടൊക്കെയോ ദൈവം ഇടപെടുകയാ. നിന്റെ പരിചയമായ ഒരു ദൈവം. ഉടനെ അബ്രഹാം പറയാണ്, അത്യുന്നതനായ ദൈവം. ഇന്നലെ കണ്ടിറങ്ങിയത് ആരെയാ? തേജോമയനായ ദൈവം. ഇപ്പൊ ആരായി? 17-1 വായിച്ചേ. 17-1. മതി. ഇപ്പൊ എത്ര വയസ്സായി? അടുത്ത വർഷം ആകുമ്പോൾ സെഞ്ചുറി അടിക്കാൻ പോവാ. ഇപ്പൊ 99 വയസ്സായ പുള്ളി ശാരീരികമായിട്ട് ക്ഷീണിച്ചു. തനിക്കുള്ള പുത്രോത്പാദന ശേഷിയുടെ ശക്തിയെല്ലാം പോയി. തൻ്റെ ഭാര്യയ്ക്ക് സ്ത്രീകൾക്കുള്ള മുറയെല്ലാം നിന്നു. 2 പേരും ബലഹീനരാണെന്ന് താൻ ഗ്രഹിച്ചു. ഇവിടെ നോക്കി വായിച്ചുകൊണ്ടിരിക്കാതെ ദയവ് ചെയ്ത്. 2 പേരും ബലഹീനരാൻ തന്നെ ഗ്രഹിച്ചപ്പോൾ ദൈവം പ്രത്യക്ഷ പറഞ്ഞു, നീ ബലഹീന, ഞാൻ സർവശക്തനാണ്. ഹലോ, നീ ബലഹീനനാ, പക്ഷേ വിളിച്ച ഞാനാരാ? നിന്നെ മെസ്സപ്പൊട്ടേമിൽ വിളിച്ചിറക്കിയ ഞാനാരാ? പറ.
സ്വോത്രം പറയണം. അപ്പോ നമ്മുടെ സാഹചര്യം മാറുന്നതനുസരിച്ച് ദൈവത്തിന്റെ പേര് മാറും. വിശ്വസിക്കാമോ? നിന്റെ ശരീരത്തിന്റെ ക്ഷീണം അറിഞ്ഞ്, നിന്റെ ബലഹീനത അറിഞ്ഞ് ദൈവത്തിന്റെ പേര് മാറും. ദൈവം പറഞ്ഞു, അബ്രഹാമേ ഞാൻ ആരാണ്? പറയെല്ലാരും കൂടെ. ഇന്ന് പകൽ നീ സേവിക്കുന്ന ദൈവം സർവശക്തനാണ്. യൂട്രസ് ഇല്ലാത്തവർക്ക് പിള്ളേരെ കൊടുക്കാൻ കഴിയുന്നവനാ. നിങ്ങൾ നേഴ്സുമാരും ഞാൻ വെറും ഒരു ഉപദേശിയാ. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ നാളെ വിഷയം ഉണ്ടാക്കല്ലേ. ഈ യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ യഹൂദന്മാര് വന്നിട്ട് പറഞ്ഞു, നീ എങ്ങാണ്ട് മരുഭൂമിയിൽ വന്ന കാട്ടു മനുഷ്യൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയ്ക്ക് തോൽവാറവും ഒക്കെ ഇട്ട് താടിയും മുടിയെല്ലാം വളർത്തി വന്ന് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ആരാധനക്കാർ, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളെ പാരമ്പര്യം പറയുന്ന, ഞങ്ങൾ കുറവിലങ്ങി ആട്ടൂന്ന് വന്നവരാന്നൊക്കെ പറയത്തില്ലേ? ആ സ്ഥലം പോലും കണ്ടിട്ടില്ലാത്തവരാ. പക്ഷെ ഇപ്പൊ പറഞ്ഞ എവിടുന്ന് വന്നാന്ന എന്ന് പറഞ്ഞ പോലെ ഇവര് പറഞ്ഞു ഞങ്ങൾ അബ്രഹാമിന്റെ അബ്രഹാമിന് സാറയുടെ യൂട്രസ് വേണ്ടടാ, ഈ കല്ലുകളിൽ നിന്ന് പറ മക്കളെ ഉളവാക്കാൻ. വിശ്വസികൾ കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. ഈ കല്ലുകളിൽ നിന്ന് ഈ ചെറുക്കനെ യാഗം കഴിക്കാൻ കാലും കൈയും കെട്ടി വിറകിന്റെ മണ്ടയ്ക്ക് കിടത്തിയേക്ക. ഉടനെ പിശാച് വന്നു പറഞ്ഞു, എടോ താൻ ഈ ചെറുക്കനെ കരുത്ത് കണ്ടിച്ച് കൊന്നു കളഞ്ഞാൽ പിന്നെ അങ്ങനെയൊക്കെ വെളിപ്പാടും വെളിവീടും കാണും. പോകുന്നത് തൻ്റെ കൊച്ചാ, അതുകൊണ്ട് താനേ കാണിക്കാൻ അബദ്ധമൊന്നും കാണിക്കില്ല. പിന്നെ കൊച്ചിനില്ല, വേണ്ട, ഞാൻ ദൈവം ആരാധനക്കറിയാം. മെസ്സപ്പൊട്ടോമിയ ദൈവം ആരാധനറിയാമോ? ഇല്ല. എടാ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുന്നവനാ. താനിത് പറഞ്ഞ കൊച്ചൻ മരിക്കടാ, മരിച്ചതിനെ ജീവിപ്പിക്കും. മരിച്ചതിനെ എടോ താൻ ചത്തു കഴിഞ്ഞാൽ പിന്നെ ഉടനെ തീ കൊടുക്കും, അവൻ കത്തി ചാരമാകും. ആകട്ടെ, ചാരത്തിൽ നിന്ന് മക്കളെ ഉളവാക്കും. നമ്മൾ സ്വത്രം പറഞ്ഞില്ല. അല്ലെങ്കിൽ ചാരത്തിൽ നിന്ന് മക്കളെ ഉളവാക്കും. ഇന്ന് രാത്രി ആത്മാവ് പ്രവചിക്കുകയാ, അത് എന്റെ ദൈവം സർവശക്തിയുള്ള ദൈവമാ. വിശ്വസിക്കുന്നവര് മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. ആരോടൊക്കെയോ സ്വർഗം ഇടപെടുകയോ. ഓ റിമന രഗന 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 രൗഡ റിമലെ ഹർത്തമാന. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവത്തെ ആരും ലിമിറ്റ് ചെയ്യരുത്. പറഞ്ഞു എല്ലാരും കൂടെ. അടുത്തിരിക്കാൻ കൈ കൊടുത്ത് പറഞ്ഞു, ഞാൻ ഒരിക്കലും എന്റെ ദൈവത്തെ ലിമിറ്റ് ചെയ്തിരുന്നു പറഞ്ഞു. ഒന്ന് രണ്ട് കാര്യം പറയുമ്പോൾ മനസ്സിലാവും. ഈ 99 വയസ്സായിട്ടും പിള്ളേരൊന്നും ഉണ്ടാകുന്നില്ല. ഉടനെ പുള്ളിക്കാരൻ പറഞ്ഞു, എൻ്റെ കാര്യത്തിൽ ദൈവം തമ്പുരാൻ കൂടുതൽ വിഷമിക്കുമെന്നും ഞാൻ ഇറങ്ങി തിരിച്ചെന്നോ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. എൻ്റെ ഈ കാര്യസ്ഥൻ എലയാസർ ഉണ്ടല്ലോ, അവനങ്ങ് ജീവിച്ചിരുന്നാൽ മതി എൻ്റെ അനന്തരാവകാശിയായിട്ട്. ആര് പറഞ്ഞ ഡിസിഷനാ? ആരോട്? ദൈവത്തോട്. വാക്തത്വം വരാൻ പോവാം, പക്ഷെ വരുന്നതിന് പുള്ളി അങ്ങ് ലിമിറ്റ് ചെയ്തു. എനിക്ക് ആര് മതി? എലിയാസർ മതി. അപ്പൊ പുള്ളി കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഒരു 86 വയസ്സ് വരെ പറഞ്ഞ എലിയാസർ മതി. 86ാമത്തെ വയസ്സിൽ സാറയുടെ ഉപദേശപ്രകാരം ഹാഗാറി കൂടെ ഇസ്മായിൽ ഉണ്ടായപ്പോൾ പുള്ളി 99 വയസ്സ് വരെ പറഞ്ഞ് ഇസ്മായിൽ ജീവിച്ചിരുന്നാൽ മതി. എല്ലാം വീട്ടിൽ പോയി വായിക്കണേ. ഇസ്മായിൽ അങ്ങ് ജീവിച്ചിരുന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. ദൈവം പറഞ്ഞു, അങ്ങനല്ല മോനെ, ഞാൻ സർവശക്തിയുള്ള ദൈവം, പക്ഷെ നീ എൻ്റെ മുമ്പിൽ ഇതുവരെ എന്തായിട്ടില്ല. അവിടെ അഭിഷേകം. പുള്ളി ആള് വിശ്വാസവീരനൊക്കെ ആണെങ്കിലും കയ്യിലൊരു തട്ടിപ്പും മുക്കാ വെട്ടിപ്പും ഉണ്ട്. എന്തുകൊണ്ട്? മുക്കാ വെട്ടിപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വന്നാൽ സാറ പെങ്ങളാന്നൊക്കെ പറയും.
ഹലോ, സ്വന്തം തടി രക്ഷിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പുള്ളിക്കാരൻ എന്തോ പറഞ്ഞു, സാറ എൻ്റെ പെങ്ങളാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് ചോദിക്കാതെ മിസ്രൈമിലോട്ട് ഇറങ്ങിപ്പോയി. ദൈവത്തോട് ചോദിക്കാതെ ഹാഗാറിൻ്റെ അടുക്ക പോയി. സാറായുടെ ഉപദേശം കേട്ട. അപ്പം അത്യാവശ്യം വന്നാൽ പുള്ളിക്ക് ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ തമ്പുരാൻ പറഞ്ഞു, മോനെ ഞാൻ തരാൻ താമസിക്കുന്നത് എൻ്റെ കുഴപ്പമുണ്ടല്ലോ, നീ ഇതുവരെ എന്തായിട്ടില്ല, ആള് ശരിയായിട്ടില്ല, കൈപൊക്കമൊന്നും വേണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? നമ്മളെ പുറം ലോകം കാണുന്ന പോലെ അല്ല ദൈവം കാണുന്നത്. ദൈവം പറഞ്ഞു, മോനെ നീ ആരാകണം? നിഷ്കളങ്കൻ ആകണം. ആ വർഷം തമ്പുരാൻ ഒരു പ്രഭാത സവാരി നേരെ അബ്രഹാമിൻ്റെ വീട്ടിലോട്ട് രാവിലെ വരികയാണ്. ദൂരെ നിന്ന് 3 പുരുഷന്മാർ അബ്രഹാമിന്റെ നേരെ വരുന്നത് അബ്രഹാം കണ്ടു. അപ്പോൾ 18-ാം അധ്യായം ശ്രദ്ധിച്ചേ, എത്ര പേരാ വന്നേക്കുന്നത്? എങ്ങനെ വിളിച്ചേ? 3 പേര് വന്നപ്പോ എങ്ങനെ വിളിക്കണ്ടേ? എന്നല്ലേ വിളിക്കണ്ടേ? നാട്ടുകാരെയല്ലേ യജമാനെന്ന് വിളിക്കുന്ന ആളല്ല അബ്രഹാം. ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോണേ, കുറഞ്ഞത് എൻ്റെ കൂടെ ഡ്രൈവർ കാണും, ഒരു അസിസ്റ്റന്റെങ്കിലും എൻ്റെ കൂടെ കാണും. വണ്ടിയൊക്കെ പോകുമ്പോഴേ പ്രൈസലോ. അപ്പൊ തമ്പുരാൻ വന്ന കൂട്ടത്തിൽ 2 പേരുടെ ഉണ്ട്. നമ്മളത് പുത്രനാ പരിശുദ്ധമെന്നൊക്കെ പറയുന്നത് അതോടെ നിൽക്കട്ടെ, 2 പേര് കൂടെ ഉണ്ട്. ഇപ്പം 3 പേര് വന്നപ്പോൾ കൂടാരവാതിൽക്കൽ തലപൊക്കി നോക്കി 3 പേര് വരുന്നു. പുള്ളി ഓടി ചെന്നു, നിലം വരെ കുനിഞ്ഞിട്ട്, യജമാനനെ എന്നെ കടന്നു പോകരുത്, ഞാൻ ഒരു അസാരം വെള്ളം കൊണ്ടുവന്ന് കാലൊന്ന് കഴുകാം, 1 മുറി അട കൊണ്ടുതരാം, തിന്ന് വിശപ്പടക്കിയിട്ട്. അടുത്ത വാക്യം, അല്പം നാണമുണ്ട് കഴിക്കുമോ? അല്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ രാവിലെ പാസ്റ്ററുടെ വീട്ടിലോട്ട് ചെല്ലുക. പാസ്റ്റർ പറഞ്ഞു, 1 ചപ്പാത്തി എന്നിട്ട് പോയാൽ മതി, അതിനാണല്ലോ വന്നേ. അങ്ങനെ എഴുതിയേക്കുന്നേ. അല്ല, നോക്കിയാ വാക്യം നോക്കി. എനിക്ക് വിശപ്പുണ്ടെങ്കിലും തിന്നാനല്ലേ വന്നേന്ന് ചോദിച്ചാൽ ഞാൻ കഴിക്കുമോ? നമുക്കെല്ലാം ഒരു, നിങ്ങൾ ശ്രദ്ധിച്ചോ വാക്യം? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പൊങ്ങച്ചമൊന്നും ദൈവത്തിനില്ല കേട്ടോ. നമ്മുടെ ഈഗോകളൊന്നും ദൈവത്തിനില്ല. അവൻ വിളിക്കുന്നോ ഇല്ലയോ നോക്കട്ടെ. അവനെ ഇറങ്ങി തിരിച്ചപ്പോൾ ഒന്നുമില്ലായിരുന്നു. ഇപ്പം 350 പട്ടാളക്കാര്, ഇഷ്ടംപോലെ ആടുമാടുകൾ എന്ന് വേണ്ട എല്ലാം ഉണ്ട്. അവൻ എപ്പോഴും വിളിക്കുകയാണെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അവൻ്റെ വീട്ടിൽ വരെ എന്നില്ല. പുള്ളി കർത്താവ് ചെല്ലുക. സോ നമ്മൾ അത്രയും താഴാനൊക്കെ വെക്കുമോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ കല്യാണത്തിന് പാസ്റ്ററുടെ കൂടെ പോവാ, പക്ഷെ നമ്മൾ കഴിക്കത്തില്ല. കാരണം നമ്മളെ കല്യാണം വിളിച്ചിട്ടില്ല. നമുക്കൊരന്തസ്സില്ലേ? മിണ്ടുന്നില്ല. വിളിക്കാത്തടത്ത് കയറി ഉണ്ണാനൊന്നും നമ്മൾ, പക്ഷെ ഇത് വിളിച്ചൊന്നുമില്ല. രാവിലെ വന്ന് കയറുവാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു 3 അടങ്ങഴി മാവിൻ്റെ അട കൊടുക്കാമെന്നല്ല പറഞ്ഞു. ആ മനുഷ്യൻ്റെ താഴ്മ നോക്കി, 1 മുറി അട കൊണ്ടുതരാം, കഴിച്ച് വിശപ്പടക്കിട്ടിപ്പാ, അതിനാണല്ലോ വന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം വന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണെന്ന് ആർക്കും മനസ്സിലായി. ഒരാളെ യജമാനെന്ന് വിളിച്ചേച്ച് ഓടിച്ചെന്ന് സാറയോട് പറഞ്ഞു, 3 അടങ്ങഴി മാവെടുത്ത് 3 അടയുണ്ടാക്കിയെന്നല്ല, 3 അടങ്ങഴി മാവിൻ്റെ അടയുണ്ടാക്കി. കൂട്ടിച്ചെന്ന് പറഞ്ഞു, തടിച്ച കാളെ അറുത്ത് പാചകമാക്കാൻ പറഞ്ഞു.
അവൻ്റെ കാൻറ്റീൻ്റെ ഒക്കെ സംവിധാനം, അവൻ്റെ ഷെപ്പിൻ്റെ സംവിധാനമൊക്കെ പഠിച്ചോണം. അവൻ ഏത് മാനേജ്മെൻറ്റില്ല, ഹോട്ടൽ മാനേജ്മെൻറ്റ് എനിക്കറിയത്തില്ല, എന്തുവാനും ഭയങ്കര ഷെപ്പാണ്. ഒരു കിലോ ഇറച്ചി കൊണ്ട് കൊടുത്ത കറി കിട്ടുന്ന 3-ാം പക്കം നമ്മുടെ നമുക്കതിൻ്റെ വ്യക്തപ്പാടറിയാം. ഇത് ഒരു മാടിനെ, ഒരു കാളെ അറുത്ത് ഇറച്ചി പാചകം ചെയ്ത് വന്ന ഗസ്റ്റ് വീട്ടിലെ മുറ്റത്തിരിക്കുന്നേ ഉള്ളൂ. അതല്ലേ പറഞ്ഞേ എന്ന് പറഞ്ഞാൽ ഈ 318 അഭ്യാസിയും അവരുടെ അപ്പനമ്മമാരും ഈ കന്നാലി വളർത്തുന്ന ഇടയന്മാരും എല്ലാം കഴിക്കുന്ന ഈ കാന്റീനിൽ നിന്ന്. ഭയങ്കര സംവിധാനമാണ് അബ്രഹാമിൻ്റെ. നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല. അത്രയും വലിയ മനുഷ്യൻ കാലും വെച്ച് ചാരുകസാര ചെയ്തതല്ല, നിലം വരെ കുനിഞ്ഞു. ദൈവത്തെ സ്വീകരിക്കുന്ന കാണുമ്പോൾ അറിയാം. ഇപ്പൊ കോവിഡ് വന്നേ പിന്നെ കൊച്ചുപിള്ളേർ വരെ കാലും വെച്ച് കസാറിലായിരിക്കുന്നു. നമ്മൾ വേണം നിലനിരുന്നോണം. കാലം പുരോഗമിച്ചു. പക്ഷെ അബ്രഹാം നിലം വരെ, എത്ര വയസ്സുള്ളവനാ? 99 വയസ്സുള്ള അപ്പച്ചൻ നിലം വരെ കുനിഞ്ഞ് അവനെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് അപ്പവും ഇറച്ചിയും പാലും വെണ്ണയും എല്ലാം അബ്രഹാം നേരിട്ട് കൊണ്ടുവന്നു. ഓർഡർ ഇട്ടാ പോരെ? നിങ്ങൾ എൻ്റെ കൂടെ ആണോ? വീട്ടിൽ ഇഷ്ടം പോലെ ആള് നിൽക്കുകയല്ലേ. പക്ഷെ ദൈവത്തെ സൽക്കരിക്കുന്നത് വേറെ ആരെയും ഏൽപ്പിച്ചില്ല. മെസപ്പൊട്ടോമിയന് വിളിച്ചിറക്കിയ ദൈവത്തെ 75 കണ്ട മനുഷ്യൻ 99 കണ്ടപ്പോൾ ആള് മാറിയില്ല. ആ ആളിനെ യജമാനെന്ന് വിളിച്ചേ. മനസ്സിലാകുന്നുണ്ടോ? ഈ ദൈവത്തെ മുഖാമുഖം കണ്ട് പരിചയം ആർക്കുണ്ട്? അതുകൊണ്ട് 3 അല്ല 30 പേര് വന്നാലും ആരാ യജമാനെന്ന് അബ്രഹാമിന് അറിയാം. ഇന്ന് രാത്രി ആള് മാറി പോകരുത്, അല്ലെങ്കിൽ അഴക് കണ്ട ആരെ അപ്പാന്ന് വിളിക്കല്ലേ, നീ യഥാർത്ഥത്തിൽ വിളിക്കേണ്ടവനെ വിളിക്കണം. അങ്ങനെ അബ്രഹാം വിളിച്ചു. കൂട്ടിൽ വന്ന് ആഹാരമെല്ലാം കഴിച്ചിട്ട് ചോദിച്ചു, സാറ എന്തെന്ന് ചോദിച്ചു. അപ്പൊ ഇത്രയും നേരം ആര് രംഗത്ത് വരുന്നില്ല? സാറ രംഗത്ത് വരുന്നത് കൂടാരത്തിലുള്ളത് പറഞ്ഞു. അപ്പൊ തമ്പുരാൻ പറഞ്ഞു, ഓക്കെ, അടുത്ത വർഷം ഈ സമയത്ത് ഞാൻ വീണ്ടും വരും. വീണ്ടും അന്ന് നിന്റെ ഭാര്യ സാറ നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവന് ഇസഹാക്കെന്ന് പേരിടണം. പേര് സഹിതം ജനിക്കാൻ പോകുന്ന ആങ്കൊച്ചാന്ന് സഹിതം സാറയാണ് പ്രസവിക്കുന്നതിന് സഹിതം കർത്താവ് എന്ത് ചെയ്തു? ആലോചന പറഞ്ഞു. ഉടനെ അബ്രഹാം ഇത് കേട്ടിട്ട് വീണ് കിടന്ന് ഉരുണ്ട് ചിരിച്ചു. എങ്ങനെ ചിരിച്ചു? വീണ് കിടന്ന് ഉരുണ്ട് ചിരിച്ചു. തമ്പുരാൻ വഴക്ക് പറഞ്ഞില്ല. തമാശ കേൾക്കുന്ന പോലെ വിളിച്ചിരിച്ചു. പക്ഷെ തമ്പുരാൻ കാണാതെ സാറ കൂടാരത്തിനകത്തിരുന്ന് ചിരിച്ചു. അത് കൈയോടെ പിടിക്കുകയും ചെയ്തു. അകത്തിരുന്ന് ചിരിച്ചത് പിടിച്ചു. പ്രത്യക്ഷത്തിൽ വീട് കിടന്ന് ചിരിച്ച കാര്യം പിടിച്ചുമില്ല. ഈ ചിരിയുടെ എല്ലാം അർത്ഥം ആർക്കറിയാം? ദൈവത്തിനറിയാം. അബ്രഹാം ചിരിച്ചത് അടുത്ത വർഷം ഈ തൂക്കിപ്പിടിക്കുന്ന കൊട്ടയ്ക്കകത്ത് ഇസ്ഹാക്കിനെ ഇട്ടുകൊണ്ട് ഞാൻ ഹോള് കയറി വരുന്നു. എൻ്റെ പുറകെ സാറ ബാൻഡി ബാഗിനകത്ത് കരയുമ്പോൾ വായി വെക്കുന്നതിന് ഇപ്പോഴും അല്ലാത്തവ വെക്കുന്നതിന് ഇപ്പോഴും പാൽപ്പൊടി ഇട്ട് വരുന്നു. അതിൻ്റെ പുറകെ ഉന്തിക്കൊണ്ട് വന്ന കസാറയെ കൊണ്ട് എലയാസർ കയറി. ഹലോ, ഇതെല്ലാം കൂടെ ഓർത്ത് കൊണ്ട് ചിരിച്ചതാ. അപ്പൊ നമ്മുടെ യൂത്ത് എല്ലാം കൂടെ പുള്ളിയെ നോക്കുന്നു. 100 വയസ്സുള്ള അപ്പച്ചൻ്റെ ഇരിക്കുന്ന തൂക്കിപ്പിടി കൊച്ചിനെ കൊണ്ട് വരുന്നത്. ഇതെല്ലാം കൂടെ ഓർത്ത് പുള്ളി എന്ത് ചെയ്താ? ഇപ്പൊ കേട്ട വാക്തത്വം അടുത്ത വർഷം ഈ സമയത്ത് എൻ്റെ കൈ ഇരിക്കുന്ന കണ്ട ആ പുള്ളി ചിരിച്ചേ. അത് ആ പുള്ളിയെ വഴക്ക് പറയാൻ അല്ലേ പറയണം. നീ ഇന്നത്തെ ഈ വാക്തത്വം കേട്ടേച്ച് പോകരുത്. വാക്തത്വം അടുത്ത വർഷം ഈ സമയത്ത് എൻ്റെ കൈ ഇരിക്കുന്നത് കണ്ടു വേണം നീ ദൈവത്തെ സ്തുതിക്കുവാൻ. സന്തോഷമുള്ളവരാണെങ്കിൽ കരകൊണ്ട് ചേർത്തടിച്ച് ഇന്നത്തെ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. സാറ അകത്ത് ചിരിച്ചത് ഉള്ളിലാ ചിരിച്ചേ. സാറ ചിരിച്ചേ ഇതിങ്ങനെ എത്ര കേട്ടതാ. കഴിഞ്ഞ വർഷം വന്ന ഉപദേശം ഇത് തന്നെയാണ്. അന്നേരം ഞാൻ ആ കോഴിയിറച്ചിയും വെച്ച് കോഴിമുട്ടയും വെച്ച് എല്ലാം കൊടുത്ത് പുള്ളിയെ തീറ്റിച്ച് വിട്ടു. തടിപ്പിച്ച കാളയെ അറുത്തു. അതിന് മുമ്പത്തെ വർഷം വന്ന പുള്ളി ഞാൻ 10-25 വർഷമായിട്ട് വെച്ചും വിളമ്പിയും പോവാം. വരുന്നവരെല്ലാം പറയുന്ന ഇതാണ് ഒന്നും. അപ്പം ഞങ്ങളുടെ വെച്ചുചിലക്കാരൊക്കെ ആക്കിച്ചിരിക്കും. നിങ്ങൾക്കറിയാമോ ആക്കിച്ചിരിക്കാന്ന് പറഞ്ഞാൽ? അപ്പൊ സാറ അകത്ത് ആക്കി ചിരിച്ചതാ. ഇതെത്ര കേട്ടതാച്ചാ. അബ്രഹാം ചിരിച്ചത് അടുത്ത വർഷം ഇതിരിക്കുന്ന കണ്ട. രണ്ടും കൂടെ ചിരിച്ചപ്പോ പറഞ്ഞു കൊച്ചിന്റെ പേര് ചിരി നിട്ടേക്കാൻ പറഞ്ഞു.
ഇസ്ഹാക്കിന്റെ അർത്ഥം എന്തുവാ? ചിരി. അച്ചാനും ചിരിച്ചു, അമ്മാമ്മൻ ചിരിച്ചു, കൊച്ചിന്റെ പേരും ചിരി. അല്ലേ പറഞ്ഞു? നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? പ്രൈസ് ദി ലോർഡ്. അമ്മാമ്മ പിന്നെ ഒരു 37 വർഷം കൂടെ ജീവിച്ചത്. ആര്? ഈ ആക്കി ചിരിച്ച അമ്മാമ്മ 37 വർഷം കൂടെ ജീവിച്ചിരുന്നു. സ്തോത്രം. ഇപ്പൊ അമ്മാമ്മയ്ക്ക് 127 വയസ്സ്, ചെറുക്കന് 37 വയസ്സ്. പക്ഷെ ചെറുക്കൻ്റെ കല്യാണം പോലും കാണാൻ അമ്മാമ്മയ്ക്ക് ഒക്കാതെ അമ്മാമ്മ മരിച്ചുപോയി. അമ്മാമ്മനുള്ള ദൂത്, നീ ബഹുജാതികൾക്ക് മാതാവാകും. ആരാകും? നിങ്ങൾക്ക് ഒരു ക്ഷീണം വരുന്നുണ്ടോ? ഇല്ല. ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. ഒരു നല്ല അല്ലല്ലേ പറഞ്ഞേ? ബഹുജാതികൾക്ക് മാതാവാകുമെന്ന് ദൂത് കേട്ട അമ്മച്ചി ഒന്നിനെ പ്രാപിച്ചേച്ച് അവന്റെ കല്യാണം പോലും കാണാതെ പോയി. സ്തോത്രം. ഒത്തിരി കരഞ്ഞ് വിലപിച്ച് അബ്രഹാം 40 ദിവസം ദുഃഖം ആചരിച്ച് മക്ബേല ഗുഹയിൽ കൊണ്ട് അമ്മാമ്മയെ അടക്കി. പിന്നെ ഒരു 3 വർഷം ഈ അപ്പനും മോനും എലയാസറും 3 ആണുങ്ങൾ വീട്ടിൽ പെണ്ണുങ്ങളില്ലാതെ ജീവിച്ചു. പെണ്ണില്ലാത്ത വീടിന്റെ ദുഃഖം ശരിക്കും അബ്രഹാം മനസ്സിലാക്കി. ഒരു വീടായ ഒരു പെണ്ണ് വേണം. ഒരല്ലേ പറഞ്ഞേ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ അബ്രഹാം ഇസഹാക്കിനെ വിളിച്ച് കല്യാണപ്രായമായ അബ്രഹാമിന് മനസ്സിലായി. ചെറുക്കനല്ല അബ്രഹാം. നിങ്ങൾ എൻ്റെ കൂടാണോ? നിന്റെ കൊച്ചിന് കല്യാണപ്രായമായെന്ന് അപ്പനറിയണം. അപ്പൊ കാരിസിനെ വിളിച്ചു പറഞ്ഞു, മോനെ എൻ്റെ കൊച്ചിനൊരു പെണ്ണിനെ നീ പോയി കൊണ്ടുവരണം. അത് അവിടെ ഇവിടെ കാണുന്ന ഏതിനേലും പൊക്കിക്കൊണ്ട് വരല്ലേ. സ്തോത്രം. നീ എൻ്റെ ദേശത്ത് ചെല്ലണം. എന്നിട്ട് എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളിനെ കൊണ്ട് വരണം. നിങ്ങൾക്ക് തന്നെ ഒരു മുഖത്തിന് മൗളി പോലെ. പ്രൈസ് ദി ലോർഡ്. പെണ്ണിലെന്ന് പറഞ്ഞ് പെങ്ങളെ കെട്ടിക്കത്തൊന്നുമില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഒക്കുന്നതിനെ എല്ലാം കൂടെ കെട്ടിക്കൊണ്ട് വരുന്നതല്ല സഭ. സ്തോത്രം. അപ്പോ മാഞ്ഞൂറിൽ പോയിട്ട് ഇതുവരെ ആരെയും കണ്ടുപിടിച്ചില്ലടാ. ഉണ്ട് പറഞ്ഞു, ഏതായാലും ഞാൻ നടത്തി തന്നേക്കാന്ന് പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് അമ്മയല്ല. സ്തോത്രം. മനസ്സിലാകുന്നില്ലേ? അപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രയാസം വരും. ഞാൻ ആ ഭാഗം വിടുക. എല്ലാത്തിനും ഒരു ഒതുക്കം വേണമല്ലോ. അപ്പൊ ഇവൻ പോയി റിബേക്കയെ കൊണ്ടുവന്നു, കല്യാണം കഴിച്ചു. അവരിരുവരും പ്രമോദിച്ചു. കല്യാണം കഴിഞ്ഞാ പ്രമോദിച്ച്. അതൊക്കെ പ്രസംഗിക്കാനുള്ളതാ, സമയമില്ല. ഇപ്പോൾ അബ്രഹാമിന് 140 വയസ്സ്, ചെറുക്കന് 40 വയസ്സ്. 140 വയസ്സുള്ള അബ്രഹാം ചെറുക്കൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു വിവാഹം കഴിച്ചു. ആ കൊച്ചിൻ്റെ പേര് കേതൂറ. എന്താണ്? കേതൂറ. കല്യാണം കഴിച്ച് താമസിയാതെ 6 പിള്ളേരുണ്ടായി. ഇപ്പൊ അബ്രഹാമിന് എത്ര മക്കളുണ്ട്? 7 8. ഇസ്മായില്, ഇസഹാക്ക്, കേതൂറായി ജനിച്ച 6 മക്കള്. 8 മക്കള് 8 ജാതിയായി. ദൂത്, നീ ബഹുജാതികൾക്ക് അല്ലേ പറഞ്ഞേ? അബ്രഹാം വാഗ്ദത്തം മുഴുവൻ പ്രാപിച്ചിട്ട് വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ച് പൂർണ്ണ വാർദ്ധക്യത്തിൽ ദൈവത്തോട് ചേർന്നു. അമ്മാമ വാഗ്ദത്തം കേട്ടിട്ട് ചിരിച്ചേച്ചു പോയി. നിങ്ങൾ ഏത് ഗ്രൂപ്പിലാ? മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? കേട്ട് ചിരിച്ചു തള്ളല്ലേ, കേട്ട ദൂത് പ്രാപിച്ചോണ്ട്. 140 ആയാലും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തന. ഹല്ലേലൂയ. സന്തോഷമുണ്ട്. കരമടിച്ച് സ്തോത്രം പറഞ്ഞു. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തന. ഞാൻ വിവരിക്കുന്നില്ല. അങ്ങനെ അബ്രഹാമിലൂടെ ഇസഹാക്ക്, ഇസഹാക്കിലൂടെ യാക്കോബ്, യാക്കോബിലൂടെ യഹൂദയിലൂടെ ഇങ്ങനെ വന്ന് യോസഫിലൂടെ മറിയ വിവാഹം ചെയ്തെങ്കിലും വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുമ്പോൾ മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി യേശുവിന് ജന്മം കൊടുത്തു. അത് ഇന്നലെ രാത്രി പറഞ്ഞത് ബാക്കിയെല്ലാം ജനിപ്പിച്ചു എന്നാണ്. പക്ഷെ യേശു മാത്രം ജനിച്ചെന്നാണ്. ഇവിടെ ഭൂമിയിൽ ഒരാളെ ജനിച്ചിട്ടുണ്ട്, മറ്റെല്ലാം ജനിപ്പിച്ചതാണ്. മനുഷ്യനെ ജനിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ യേശുവിനെ ആരും ജനിപ്പിച്ചല്ല, യേശു ജനിച്ചു. ഒരല്ലേ പറഞ്ഞു? സ്ത്രീയുടെ സന്തതിയായി സർപ്പത്തിന്റെ തലയെ തകർക്കാൻ യേശു ജനിച്ചു.
യേശു ജനിക്കുന്നത് വരെ ഈ പിശാച് തെറ്റിദ്ധരിച്ചു ഹാബേലായിരിക്കും ഒരു പക്ഷെങ്കിൽ യേശു. അതുകൊണ്ട് അവനെ സ്വന്തം സഹോദരനെ കൊണ്ട് കൊല്ലിച്ചു. പിന്നെ ഇങ്ങോട്ടുള്ള ഓരോ വിശുദ്ധന്മാരെയും അവനെ കൊല്ലിച്ചു. മോശ ജനിക്കുമ്പോൾ മോശയാകാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞവൻ മോശയില്ലായ്മയെന്ന് നോക്കി. യേശു ജനിക്കുമ്പോൾ 2 വയസ്സിൽ താഴെയുള്ള പിള്ളേരെ എല്ലാം കൊല്ലാൻ നോക്കി. കാരണം ഇവന് കറക്റ്റ് ആളാരാന്ന് അറിയത്തില്ല. ഒരു ദൂത് പറയാനാ, പിശാചിന് കൺഫ്യൂഷൻ വരുത്തി നിനക്ക് വിടുതൽ തന്നവനാ യേശു. ഈ ഏതോ വഴിയായി വെള്ളം ഒഴുകി വന്നപ്പോൾ ചുമന്ന മണ്ണിൽ കൂടെ വെള്ളം ഒഴുകി വന്നപ്പോൾ സൂര്യൻ അങ്ങോട്ട് അടിച്ചപ്പോൾ കണ്ടവർക്ക് തോന്നി രക്തം വരുവാ. യുവന്മാര് പേടിച്ച് പരക്കം പാഞ്ഞു. സ്തോത്രം. അവന്മാർ തമ്മിലടിച്ച് തീർന്നു. പക്ഷേ ദൈവജനത്തിന് ദൈവം വെള്ളം കൊണ്ടുവരുമായിരുന്നു. അപ്പൊ നിനക്ക് തരുന്ന നന്മ ശത്രു കണ്ടിട്ട് അവന് കൺഫ്യൂഷൻ വരുത്തിയിട്ട് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് ഞാൻ ഈ രാത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. സന്തോഷമുണ്ട്. നല്ലൊരു അല്ലേ പറഞ്ഞേ, തരാൻ പോകുന്ന വിടുതല് ശത്രുവിനെ മറച്ചു വെച്ചിട്ട് നിനക്കത് ഒരുക്കി തരുന്നവന്. അപ്പോഴത്തേന് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരുപാട് അവഖ്യാതികള്, മറിയയുടെ മോന, അച്ഛൻ്റെ മോന, വേശ്യാപുത്രന, ബെയൂസബേല എന്ന് വേണ്ട ഒത്തിരി പേര് പറഞ്ഞപ്പോൾ തമ്പുരാൻ തീരുമാനിച്ചു, ഇനിയെങ്കിലും ഇവൻ ആരാന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ മോശമാണ്. അതുകൊണ്ട് യോഹന്നാന്റെ കൈക്ക് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വർഗം അങ്ങ് തുറന്നപ്പോൾ സ്വർഗം പറഞ്ഞു, ഇവൻ എൻ്റെ പറഞ്ഞേ. ഇതുവരെ യേശുവാണ് ഇവന്റെ തല തകർക്കുന്ന ഇവൻ അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ പരസ്യമായിട്ട് ദൈവം പറഞ്ഞു, ഇവനാണ് എൻ്റെ പ്രിയപുത്രൻ. യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിൽ അല്ലേ? യേശു വളർന്നത് പരിശുദ്ധാത്മാവിൽ. പക്ഷേ യേശു സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഇവനിപ്പോൾ ആരായി? എൻ്റെ. അപ്പൊ പുത്രനുമുണ്ട്. കൽപ്പന അനുസരിക്കുമ്പോൾ മക്കൾ പ്രിയമക്കളാകുക. ഇത് നമ്മുടെ ഓബേദ് പ്രിയമകനായി മാറിയേക്കും. ഒരു നല്ല പറഞ്ഞു. അപ്പൊ നീ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുമ്പോൾ നീ മക്കളാ. എപ്പോഴാ മക്കളായേ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ നീ മക്കളായി. പക്ഷേ മക്കളായ നീ പ്രിയമക്കളാകണം. എപ്പോഴാ പ്രിയമക്കളാകുന്നത്? പിതാവിന്റെ കൽപ്പന അനുസരിക്കുമ്പോൾ. കൽപ്പന അനുസരിച്ചവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അനുസരിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം അനുസരിച്ചോണം. ഞാൻ ആ ഭാഗം വിടുന്നു. സ്നാനപ്പെട്ട് കയറിയ കർത്താവ് നേരെ മരുഭൂമിയിലേക്ക് പോയി. മരുഭൂമി ചെന്ന പുറകെ ഇവൻ ചെന്നേക്കുവാണ്. ഇവൻ അറിയിട്ട് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി പോയേക്കുവാ. ഈ യോർദാനി കേട്ട കാര്യം ശരിയാണോ എന്നറിയാൻ ഇവൻ പുറകെ പോയേക്കുന്നത്. ആണെങ്കിൽ എൻ്റെ തല കറങ്ങുന്ന ഇവനാ. അതിന് ചെന്ന് ചോദിച്ചു, നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമാകാൻ പറ, അല്ലെങ്കിൽ കല്ല് അപ്പാക്കൊന്നും വേണ്ട. നീ കല്ല് അപ്പാക്കിയിട്ട് ഞാൻ തട്ടുകട തുടങ്ങാനൊന്നുമല്ല. എനിക്കൊരു ക്ലാരിഫിക്കേഷൻ വേണം. നീ തന്നെയാണോ എൻ്റെ തല തകർക്കാം? മനസ്സിലാകുന്നുണ്ടോ? അവനെ വചനത്താൽ വെട്ടി. രണ്ടാമത്തെ ചോദ്യം, നീ ദൈവപുത്രനാണെങ്കിൽ ഈ പള്ളിയുടെ മേളിൽ താഴോട്ട്. അവിടെ എല്ലാം വിഷയം പുള്ളിക്ക് ആരാന്നറിയണം. ഞാൻ കാബേൽ തൊട്ട് തപ്പി നടന്ന നാളെ നീ തന്നെയാന്ന് എനിക്കൊന്ന്. ഇത്രയേ ഉള്ളൂ കാര്യം. മനസ്സിലാകുന്നുണ്ട്? നിന്നോട് എപ്പോഴാ പോരുണമെന്നറിയാമോ? നീ ദൈവത്തിന്റെ പൈതലാന്ന് ലോകം അറിയുമ്പോൾ നിനക്കൊരു പ്രതിയോഗി എഴുന്നേക്കും. സോദരൻ എല്ലാരും പറഞ്ഞില്ല, ഞാൻ ആവർത്തിച്ച പദം പറയുന്നു. നീ ദൈവത്തിന്റെ പൈതലാണെന്ന് അറിയുമ്പോൾ ശത്രു നിനക്കെതിരെ എഴുന്നേൽക്കും. ഏത് വിധേനയും നിന്നെ തകർക്കാൻ ഇന്ന് രാത്രി ആത്മാവിൽ നീ ആ പോരിനെ ജയിക്കും. ഹല്ലേലൂയ. അപ്പൊ പിന്നെ ഇവനാന്ന് ഉറപ്പായപ്പോൾ ഇവനെ കാൽവറി മരണത്തിൽ നിന്ന് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ജനത്തിന്റെ ഇടയിൽ വെച്ച് കല്ലെറിഞ്ഞ് കൊല്ലാൻ നോക്കി. പള്ളിയുടെ മേളിൽ കയറ്റി താഴോട്ട് തെള്ളിയിട്ട് കൊല്ലാൻ നോക്കി. മലയുടെ മുകളിൽ കൊണ്ടുപോയി തെള്ളിയിട്ട് കൊല്ലാൻ നോക്കി. അതെല്ലാം വിവരിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് വേഗത്തിൽ ഞാൻ പറയും, ഇത് ഒന്നുകൊണ്ട് അവസാനിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുക. മലയുടെ മേളിൽ കയറ്റി തെള്ളിയിട്ട് കൊല്ലാൻ നോക്കി. ഈ പരിപാടി ഒന്നും വിജയിക്കാതെ വന്നപ്പോൾ ഗദസമനയിൽ വെച്ച് രക്തധമനി പൊട്ടി എല്ലാ രോമകൂപത്തിൽ കൂടെ രക്തം പുറത്തേക്ക് ഒഴുകി.
മനുഷ്യന്റെ പ്രാണൻ രക്തത്തിലാണ്. രക്തം പോയാൽ ആളെന്ത് ചെയ്യും? മരിക്കും. അപ്പൊ കാൽവറിയിൽ ചെന്ന് മരിക്കാതെ ഗതസ്ഥാനം വെച്ച് മരിക്കാൻ രക്തം വാർന്നൊഴുകി. പ്രൈസ് ദി ലോർഡ്. അത് യെശയ്യാവിലുണ്ട്. നിന്റെ വസ്ത്രം ചുമന്നിരിക്കുന്നത് എന്ത്? മുന്തിരിച്ചക്ക് ചവിട്ടുന്നവന്റെ വസ്ത്രം പോലിരിക്കുന്നത് എന്ത്? ഉടനെ മറുപടി, ഞാൻ തനിയേ മുന്തിരിച്ചക്ക് ചവിട്ടുകാരുന്നു മനുഷ്യന്റെ പാപപരിഹാരത്തിന്. അതൊന്നും ഞാനിപ്പം വിവരിക്കുന്നില്ല. അങ്ങനെ അകത്തോട്ട് കയറിയ കർത്താവ് രക്തം വാർന്നൊഴുകി ബലം നഷ്ടപ്പെട്ട് പ്രാണവ്യതയിലായി, മരണവേദനയിലായി. വായിച്ചില്ലേ? ഒറ്റ നിലവിളി, സാധാരണ നിലവിളിയല്ല. തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിവുള്ളവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയയാചന കഴിക്കുകയും ചെയ്തു. പുത്രൻ എങ്കിലും ഭയഭക്തി നിമിത്തം തനിക്ക് ഉത്തരം ലഭിച്ചു. ഗെത്സമനയിൽ പ്രാർത്ഥിച്ച് പ്രാണൻ തിരിച്ചു പിടിച്ചു. അവിടുന്ന് കൊണ്ടുപോയി ഗബദ എന്ന കല്ലിനകത്ത് കുത്തിയ കൽത്തളത്തിൽ വെച്ച് തലയിൽ മുൾക്കിരീടം വെച്ച് 173 മുള്ളുകളുള്ള മുൾക്കിരീടം വെച്ച്, മുള്ളുകൊണ്ടുള്ള കിരീടമല്ല നമ്മൾ ഈ റോഡിലൊക്കെ കാണുന്ന ഈ തൊട്ടാപ്പായുടെ വള്ളി ഇങ്ങനെ ചുരുട്ടി വെച്ച് 2 മുള്ള്, അതല്ല, മുള്ളുകൊണ്ട് ഒരു കിരീടം വനഞ്ഞു. 173 പരം മുള്ളുകൊണ്ട് മെടഞ്ഞ കിരീടം തലയിൽ വെച്ച് കോലുകൊണ്ട് അടിച്ചുറപ്പിച്ചു. ഉറപ്പിച്ചപ്പോൾ 53 മുള്ളുകൾ തലയോട്ട് കിടിച്ചകത്തിറങ്ങിയെന്നാണ് ചരിത്രം. ഒരല്ലേ പറഞ്ഞ്. അതുകൊണ്ട് കുരിശുമായി വീണ്ടും എഴുന്നേറ്റ് പോയപ്പോഴൊന്നും ഈ സാധനം തലേന്ന് പോയില്ല, അടിച്ചുറപ്പിച്ചേക്കുമല്ലേ. പ്രൈസ് ദി ലോർഡ്. മരിച്ചില്ല. ചാട്ടവാറുകൊണ്ട് കഴുത്തറത്ത് കളഞ്ഞ് തൊലി ഉരിച്ചൊരു ആട്ടുംകുട്ടിയെ പുളിന്തണ്ടിന്റെ മണ്ടക്കിട്ട് കശാപ്പുകാരനെ അറിയുന്നത് പോലെ ചാട്ടവാറുകൊണ്ട് ഉഴവുചാല് പോലെ അടിച്ചു കീറി രക്തം വാർന്നൊഴുകി. പക്ഷെ മരിച്ചില്ല. ഇവിടെ എല്ലാം ചെയ്യുന്ന കാൽവറി പോകല്ലേ. മനസ്സിലാകുന്നുണ്ടോ? ക്രൂശുമായി വീണ്ടും എഴുന്നേറ്റ് ഗാഗുൽത്തായുടെ കൊടുമുടിയിൽ ചെന്ന് കൈകാലുകളിൽ ആണിയടിച്ചപ്പോൾ ബാക്കി രക്തം കൂടെ പോയി. പക്ഷെ മരിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ക്രൂശോടെ ഉയർത്തി ക്രൂശ് തയ്യാറായ കുഴിയിലേക്ക് ഇടുമ്പോൾ ഒരു ചിന്തകൻ പറഞ്ഞേക്കുന്നത്, ഇവൻ ഈ അടിയിൽ ഇങ്ങനെ വായും പൊളിച്ചിരിക്കുകയായിരുന്ന ആര്? നമ്മുടെ അമ്മാമ്മയ്ക്ക് ഫ്രൂട്ട്സ് പഠിച്ചു കൊടുത്തവൻ. അവന്റെ മണ്ടയ്ക്കോട്ടാ ക്രൂശിട്ടെന്ന് സ്വതന്ത്രം പറഞ്ഞേ. ആ വീഴ്ച തല ചതഞ്ഞുപോയി. ശത്രുവിന്റെ തലയെ തകർത്ത് കാൽവറിയിൽ ജയോത്സവം കൊണ്ടാടി. കരപിടിച്ചല്ലേ പറഞ്ഞേ, യേശുവിന്റെ കാൽവറി മരണത്തിൽ അവൻ ജയോത്സവം കൊണ്ടാടി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ അവൻ ആകെ പ്രശ്നമായി. ഇപ്പം ജീവിച്ച യേശുവിനെക്കാട്ടി പേടി ക്രൂശെ മരിച്ച യേശുവിനെയാണ്. അപ്പൊ പ്രവചനത്തിലുണ്ട് ഇവന്റെ അസ്ഥികളൊന്നും ഒടിയരുത്. അതിന് ഇവൻ അവനെ വിട്ടു അസ്ഥി ഒടിപ്പിക്കാൻ നോക്കിയപ്പോൾ ഒന്നാമത്തവന്റെ അസ്ഥി ഒടിച്ചു, ഒടുക്കത്തവന്റെ അസ്ഥി ഒടിച്ചു, നടുക്കത്തവന്റെ അസ്ഥി ഒടിക്കാതെ മരിച്ചു. ന്യായമായിട്ട് ഒന്നാമത്തിനെ ഒടിച്ചാൽ പിന്നെ ആരെയാ ഒടിക്കണ്ടേ? പക്ഷെ അവിടെ എല്ലാം തമ്പുരാന്റെ പരിപാടി. ഒന്നാമത്തവനെ ഒടിച്ചു, ഒടുക്കത്തവനെ ഒടിച്ചു, നടുക്കത്തവനെ വന്നപ്പോൾ ആളെ മരിച്ചു. മരിച്ചാൽ പിന്നെ അസ്ഥി ഒടിക്കാൻ പാടില്ല. അപ്പോൾ ഇവനിപ്പോൾ ചെന്ന് 3-4 അപേക്ഷ കൊടുത്തു. ആദ്യത്തെ ഒരു ഗ്രൂപ്പ് നിൽക്കുകയാണ്. ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു, പിലാത്തോസ് ഒരു അപ്പോയിൻമെൻറ്റ് വേണം. ഓക്കെ, കയറ്റിവിട്. ആ പേര് ഒന്ന് മാറ്റണമായിരുന്നു. അങ്ങനല്ല എഴുതണ്ടേ. അവൻ യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞു എഴുതണം. ഉടനെ ഒരാൾ പറഞ്ഞേക്കുന്നത്, ഈ പുള്ളി ഇച്ചിരി സ്മോളൊക്കെ അടിച്ചിട്ടിരിക്കുകയെന്ന്, ഈ ക്രൂശിക്കാനൊക്കെ ഏൽപ്പിച്ചല്ലോ. ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് പുള്ളി ഇച്ചിരി എൻജോയ് ചെയ്തിരിക്കുമ്പോഴാണ് ഇവന്മാർ ചെന്ന് അല്ലോ എഴുതിയിടാന്ന് പറഞ്ഞു. അല്ലേ പറഞ്ഞത്? എഴുതിയത് എഴുതി. അപ്പൊ ആ ഗ്രൂപ്പ് ഇറങ്ങിപ്പോയി. ഉടനെ അടുത്ത ഗ്രൂപ്പ് വന്നേക്കുവാണ്. ആ ചതിയൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞായിരുന്നു അവൻ 3-ാം നാൾ എന്ത് ചെയ്യും. ഇനി ഇവന്മാരെല്ലാം അവിടെ കൊണ്ട് അവന്റെ ബോഡി എടുത്തുകൊണ്ട് രാത്രി മൂട്ടിച്ചു പോയി വെച്ച് ഉയർത്തിയതിന് പറഞ്ഞ പണ്ടത്തേനെക്കാട്ടി വലിയ ചതിവാ. അവിടെ കളർ എന്ത് ചെയ്യണം? ഉറപ്പിച്ചോളാം പറഞ്ഞു. നിങ്ങളല്ല ആവോളം ഉറപ്പിച്ചോളാം പറഞ്ഞു. ഞാൻ പട്ടാളത്തെ വിട്ടിരുന്ന് പറഞ്ഞു. ഒരു ദൂത് പറയാനാ, നിന്റെ ഭാവിയുടെ മുമ്പിൽ വഴി അടയ്ക്കുമ്പോൾ നീ പറയണം,
എടാ, അടയ്ക്കാവുന്നതോളം അടയ്ക്കുക. നിനക്ക് ചെയ്യാവുന്നതെല്ലാം അങ്ങ് ചെയ്യ്. സ്വന്തം പറഞ്ഞില്ല, എനിക്കെതിരെ, എന്റെ കുടുംബത്തിനെതിരെ, തലമുറയ്ക്ക് നിനക്ക് ചെയ്യാവുന്ന എല്ലാം അങ്ങ് ചെയ്യ്. പക്ഷെ ദൂതൻ ഇറങ്ങുമടാ. നീ വെച്ച കല്ല് ഉരുട്ടി മാറ്റാൻ കഴിയുന്ന, ഞാൻ സേവിക്കുന്ന ദൈവം ദൂതനെ ഇറക്കുമെന്ന് ഈ രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് അടിച്ച് ദൈവത്തെ ആരാധിച്ച് ദൂതൻ ഇറങ്ങും. ഓ, ഹല്ലേലൂയ. യേശു മരണത്തെ ജയിച്ചു, കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റു. നമുക്ക് നിത്യമായ സമ്പൂർണമായ പാപപരിഹാരം വരുത്തി. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ പ്രത്യക്ഷതയുടെ ഒരു ഭാഗം പറഞ്ഞു, ബാക്കിയെല്ലാം വിടുക. ഒടുവിലത്തെ പ്രത്യക്ഷത പറഞ്ഞ് അവസാനിപ്പിക്കും. പാപം കൂടാതെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമത് പ്രത്യക്ഷത. ഈ ലോകം മുഴുവൻ അതിനൊരുങ്ങിക്കരുത്. നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത, ഇനി ആപ്പിൾ 17 ഒന്നും മേടിക്കണ്ട. 16 വരെ ഇറങ്ങിയോളല്ലേ? 17 ഇറങ്ങിയോ? ആകാൻ പോവാ, മേടിക്കണ്ട. ഇനി മൊബൈലിന്റെ ആവശ്യം വരത്തില്ല. നമ്മൾ പണ്ടത്തെ TV വീട്ടിലിരിപ്പില്ല, വലിയ മാങ്ങാപ്പെട്ടി പോലെ വലിയൊരു സാധനം, ഇപ്പൊ മാങ്ങാപ്പറഞ്ഞ പോലെ. ഇപ്പൊ അത് ഉപയോഗിക്കുന്നുണ്ടോ? പണ്ട് നമ്മൾ ബഹറിനിൽ നിന്ന് കൊണ്ടുവന്ന വലിയ ടേപ്പ് റെക്കോർഡ്, ഒരു മേശ അടച്ചുള്ളേ, ആ കാസറ്റൊക്കെ വെച്ച് അലമാരി തന്നെ ചുമ്മാ ഇരിക്കുക. സ്തോത്രം. TV മാറാൻ പോവാ, ഇതെല്ലാം കൈവെള്ളയിലാകാൻ പോവാ. ഏറ്റവും അടുത്ത ദിവസം മൊബൈൽ വേണ്ട, ചുമ്മാ ഇങ്ങനെ കുത്തിയാൽ മതി കയ്യാൽ, ആ രീതിയിലാകാൻ പോവാ. എല്ലാം ചിപ്പ് സിസ്റ്റം ആകുക. ഇനിയും ബാങ്കിൽ പോയി ഇങ്ങനെ വരയ്ക്കൊന്നും വേണ്ട, കൈ കാണിച്ചാൽ മതി, കാശ് ഇറങ്ങി വരും. ഇനി കൈ കാണിക്കാൻ ബുദ്ധിമുട്ട്, നെറ്റി കാണിച്ചാൽ മതി. അങ്ങനെ ആകുക. AI നിന്റെ 100 വർഷം മുമ്പേ മരിച്ച അപ്പച്ചൻ്റെ ഫോട്ടോ അവിടെ ഉണ്ടെങ്കിൽ ജീവിപ്പിച്ചുകൊണ്ട് വരും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഹലോ, ഇത് കാണുമ്പോൾ സഭ ഒരു കാര്യം ഓർത്തോണം, അവൻ അടുക്കൽ വാതുക്കലായി. ഏതു സമയത്തും കാഹളം ധ്വനിക്കും. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കാഹളം ധ്വനിക്കും. കർത്താവ് വരും. ഇപ്പൊ കർത്താവ് വരുന്ന ഭൂമിയിലേക്കല്ല, മധ്യാകാശത്തിൽ. 2 വരവ് കർത്താവിനുണ്ട്. ഒന്ന് മേഘപ്രത്യക്ഷത, 2 മഹത്വ പ്രത്യക്ഷത. ഒക്കെ സമയമെടുത്ത് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ. മേഘപ്രത്യക്ഷത വരുന്നത് സഭ മാത്രമേ അറിയത്തുള്ളൂ. സഭ ആരാ? യഹൂദനിൽ നിന്നും യവനിൽ നിന്നും രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് വേർതിരിച്ച കൂട്ടം മാത്രം. അവരിവിടുന്ന് പോകും. മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും. ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. ഇരുവരും ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. മേഘങ്ങളിൽ എങ്ങനെ പോന്നേ? നമ്മൾ പോകുന്ന വണ്ടിയുടെ പേര് പറഞ്ഞേ, മേഘം. നമ്മുടെ എല്ലാ രഹസ്യവും മേഘത്തിനകത്താ. അതിനെന്താ പറയുന്നേ? ആയിക്കോട്ടോ. ആ, എല്ലാം ഉണ്ടവിടെ, എല്ലാം ഉണ്ടവിടെ. അതിനകത്താ കൊണ്ടുപോകുന്നത്. മേഘത്തിൽ കൊണ്ടുപോകും. മേഘത്തിൽ കൊണ്ടുപോകുന്നത്, മേഘം പൊതിഞ്ഞാൽ പിന്നെ ചെറിയാനാരാ അനീഷാരാ ഒരു പിടിയില്ല. മേഘത്തിൽ പൊതി. ഒരു കാര്യം പറയാനാ തെളിവ്. 3 കുടിലുണ്ടാക്കാം. ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്, ഒന്ന് നിനക്കെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു മേഘം വന്നു, ഏലിയാവിനെയും മോശയും മറച്ചു. പിന്നെ യേശുവിനെ മാത്രമേ അങ്ങനെ മറയ്ക്കുന്ന മേഘം വരും. അത് 2 ഗ്രൂപ്പിന്റെ നേതാക്കന്മാരായിരുന്നു. ആരെ 2 ഗ്രൂപ്പ്? ഒന്ന് മരിച്ചടക്കപ്പെട്ട മോശയുടെ ഗ്രൂപ്പ്, 2 മരിക്കാതെടുക്കപ്പെട്ട ഏലിയാവിന്റെ ഗ്രൂപ്പ്. സ്വതന്ത്രം പറയണം.
ഹല്ലേലൂയ. മരിച്ചടക്കപ്പെട്ട മോശെ മരിക്കാതെടുത്ത ഏലിയാവിനെ മറച്ചത് മേഘമാണെങ്കിൽ മരിച്ചവൻ അക്ഷയരായിട്ട് ഉയർക്കും. ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. ഇരുവരും ഒരുമിച്ച് മേഘങ്ങൾ എടുക്കപ്പെടും. വിശ്വാസത്തിൽ കരമടിച്ച് ചേർന്ന് ഒരു നിമിഷം ദൈവത്തെ ആരാധിച്ച് യേശു വരാറേ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിങ്ങനെ അവസാനിപ്പിക്കട്ടെ. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഉടുപ്പൂരുന്ന പോലെ ഈ ശരീരം ഉരിഞ്ഞിടും. അകത്തെ മനുഷ്യൻ രൂപാന്തരപ്പെടും. ഈ 90 സങ്കീർത്തനത്തിൽ അച്ചായന്റെ ശവടക്കിന് ചേട്ടൻ അനിയൻ പാടിയ പാട്ടാ. അപ്പോൾ അച്ചായൻ ചത്തു കിടക്കുമ്പോൾ ചേട്ടൻ 3 കാര്യം പറഞ്ഞു. ഒന്ന്, നീ അവരെ ഒഴുക്കിക്കളയുന്നു, അവരൊരു ഉറക്കം പോലെ അത്രേ. അപ്പം അങ്ങനെയാണ് ഒഴുകിപ്പോകുന്ന മരമുണ്ട്. അങ്ങ് മുണ്ടയ്ക്കൽ എന്തുവാ നിലമ്പൂര് മുണ്ടക്കയോ? മുണ്ടയ്ക്കലാണ്. ഒഴുകിപ്പോവായിരുന്നേ, ഓർപ്പിക്കാൻ വേണ്ടിയാണ്. ഒഴുകിപ്പോകുന്ന മരം നീ അവരെ ഒഴുക്കിക്കളയുന്നു, ഉറക്കം പോലെ. അടുത്ത വാക്യം, അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു, അതരിഞ്ഞ് വാടിപ്പോന്ന. ഒഴുകിപ്പോന്ന മരണമുണ്ട്, വാടിപ്പോന്ന മരണം ഉണ്ട്. 3-ാമത്തെ മരണം. മനുഷ്യന്റെ ആയുസ് 70, ഏറെയായാൽ 80. അത് വേഗം തീരുകയും ഞങ്ങൾ ഇവിടുന്ന് അത് 3-ാമത്തെ മരണം, പറന്നു പോകുന്ന മരണം. അപ്പൊ നീ ഏതാണ് ഇപ്പൊ തീരുമാനിച്ചോണം? ഒഴുകിപ്പോന്നോ, ഉണങ്ങിപ്പോന്നോ, പറന്നു പോന്നോ? ഹലോ, നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ തീരുമാനിക്കണം, ഞാൻ ഒഴുകിപ്പോവാണോ, ഞാൻ വാടിപ്പോവാണോ, അതല്ല ഞാൻ പറന്നു പോവാണോ? ഹല്ലേലൂയ. പറന്നു പോവാണെങ്കിൽ ധൈര്യം പറന്നിടുമേ, ഞാൻ മറന്നിടുമേ എൻ്റെ മണ്ണിലെ കഷ്ടങ്ങളകിലവും ഒരു ദിനത്തിൽ പറന്നിടുമേ, ഞാൻ മറന്നിടുമേ എൻ്റെ മണ്ണിലെ കഷ്ടങ്ങളകിലവും ഒരു അറിയത്തില്ലെന്നും. ഉണരുക സഭയെ, ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തു ഒരുങ്ങിടുക. ഉണരുക സഭയെ, കരമടിച്ച് ചേർന്ന് പാടി. മണവാളൻ വരവേറ്റമടുത്തു ഒരുങ്ങിടുക. ആ പാട്ടല്ല കാണിച്ച്, ആ പാട്ട് കാണിക്കണം. പഴയ നല്ല പ്രത്യാശയുള്ള പാട്ടാണ്. മരുഭൂമിൽ നിന്ന് പ്രിയന്മേൽ ചാരി. കണ്ടില്ലേ? കണ്ട ഉണരുക സഭയെ ഒന്ന് കാണിച്ച്. ഒന്ന് പാടിക്ക് എല്ലാവരും പാടിക്ക്. ഉണരുക സഭയെ, ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തു പോയൊരു ഇടുക. ഉണരുക സഭയെ, ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തു ഒരുങ്ങിടുക. ചിറകാതവാനവിരവിൽ നാം ചിറകടിച്ചുയർന്നിടുവാൻ. തളരാതെ വാനവിരവിൽ നാം ചിറകടിച്ചുയർന്നിടുവാൻ. ആത്മ പുതുബലം ധരിച്ചിടുക, ആത്മ പുതുബലം. ഓ മരുഭൂവിൽ നിന്ന് പ്രിയന്മേൽ ചാരി, മോഹന രൂപിയ വരുന്നത് ഇവളാരോ. മരുഭൂവിൽ നിന്ന് പ്രിയന്മേൽ ചാരി, കഷ്ടം സഹിച്ച തന്റെ പരിശുദ്ധമാണ് വാട്ടിയ. പാർത്തല്ലേ കഷ്ടം സഹിച്ച തന്റെ പരിശുദ്ധമാണ് വാട്ടിയ.
സത്യസഭയേതെന്നറിഞ്ഞിടുക. ഓ ഉണരുക സഭയേ. ഒരുങ്ങിടുക, ഉണരുക. ഓറി. ഹല്ലേലൂയ. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എല്ലാ കണ്ണുകളും അടയട്ടെ. കഴിയുമെങ്കിൽ ഒരു നിമിഷം ദൈവസന്നിധാനം എഴുന്നേറ്റ് നിൽക്കുമല്ലോ. എന്നോട് ഇന്ന് രാത്രി ദൈവവചനത്തിലൂടെ, ദൈവാത്മാവിലൂടെ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായെന്ന് വിശ്വസിക്കുന്ന കരങ്ങൾ ദൈവസന്നിധാനം ഉയർത്തിപ്പിടിക്കാം. ആ കരങ്ങൾ ദൈവം ഒന്ന് കണ്ടോട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ അഭിഷക്ത ഗണത്തെ അടിയന്റെ മേൽ അങ്ങ് പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ അധികാരത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സഭ ഒരു അനുഗ്രഹമാകട്ടെ. ഈ ദേശത്ത് തഴച്ച് വളരുന്ന ഒരു വൃക്ഷം പോലെ, തളിർത്ത് പൂത്ത് കായ്ച്ച് ബദാംഫലം ഉണ്ടാകുന്നത് പോലെ വേഗത്തിൽ ഒരു ദൈവപ്രവൃത്തി സഭയിലൂടെ വെളിപ്പെടട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.